الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ജൗസി റഹിമഹുള്ളയുടെ ആദാബുൽ ഹസനുൽ ബസ്രി വസുഹ്ദുഹു വമവാഇദുഹു. ഹസനുൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും ഭൗതിക വിരക്തിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഉപദേശങ്ങളും എന്ന കിതാബ് മുമ്പ് കഴിഞ്ഞ ഷഅബാനിൽ ഒക്കെ തുടർച്ചയായി വായിച്ചിരുന്ന ഒരു കിതാബായിരുന്നു. അതിൽ 8 ഫസ്ലുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 ഫസ്ലുകൾ നമ്മൾ വായിച്ചു. പിന്നീട് അത് തുടർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദർസുകൾ കേട്ട പല സഹോദരങ്ങളുടെയും ആവശ്യപ്രകാരം അത് പൂർത്തിയായിട്ടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലും പൂർത്തിയാക്കണമെന്നുള്ള ആവശ്യപ്രകാരവും നമ്മൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർന്നുള്ള 2 ഫസ്ലുകളോടെയും വായിക്കാൻ ഉദ്ദേശിക്കുക. അപ്പോൾ കഴിഞ്ഞ ഫസ്ലുകളിൽ ഇരുന്ന ആളുകളും കേട്ട ആളുകളും ഉണ്ടാകും. അതിൽ ഓരോ വിഷയത്തിൽ ഇബാദത്തുകളിൽ, അതുപോലെ തന്നെ സുഹദിൽ, ഭൗതിക വിരക്തിയിൽ, ദുനിയാവിൻ്റെ നിരർത്ഥകതയിൽ, ഖുർആനിൻ്റെ തഫ്സീറിൽ, അങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ നസീഹത്തുകൾ നമ്മൾ വായിച്ചിരുന്നു. അടുത്തത് 7ാമത്തെ ഫസ്ലാണ് അൽ ഫസ്ലു സാബിഅ ഫി മുകാതബത്തിൽ ഖുലഫാ വ മുആമലാതിഹി മഅൽ ഉമറാ വ ഉലാത്തിൽ ഉമൂർ. ഭരണാധികാരികൾ, ഖലീഫമാരോടും അതുപോലെ തന്നെ ഭരണാധികാരം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് ഹസനുൽ ബസ്രി റഹിമഹുള്ളക്ക് ഉണ്ടായിരുന്ന കത്തെഴുതുകളും അതുപോലെ തന്നെ അവരുമായിട്ടുണ്ടായിരുന്ന ഇടപഴകലുകൾ, അവരുമായിട്ടുള്ള സംസാരങ്ങൾ എന്നീ കാര്യങ്ങളാണ് ഈ ഫസ്ലിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ കാലത്ത് ഇസ്ലാമിക രാഷ്ട്രീയ രംഗത്ത് അഥവാ ഭരണാധികാരികളുടെ വിഷയത്തിലുമെല്ലാം വളരെയധികം ചർച്ചകൾ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ധാരാളം ഫിത്നകൾക്ക് ശേഷം അങ്ങനെ ഒരു കാലമായിരുന്നത്. പല നാട്ടിലും അക്രമികളായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു കാലത്താണ് ഹസനുൽ ബസ്രി റഹിമഹുള്ള ജീവിക്കുന്നത്. മാറി നല്ല ഭരണാധികാരികൾ വന്ന സമയമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസറുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ഫസ്ലായിട്ട് ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്നതിനെ സംബന്ധിച്ച് അത് ശരിയല്ല, അതിൻ്റെ അപകടം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞതും ഇതിന് കീഴിലായിക്കൊണ്ടൊരു ചെറിയ ഫസ്ലായി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് റൂവിയ അൻഹു റഹിമഹുല്ലാ അന്നഹു കാന യഖൂൽ. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറയാറുണ്ടായിരുന്നു, ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല അഖദ അലൽ ഖുലഫാഇ വൽ ഉമറാഇ വൽ ഹുക്കാമി ثلاثه അഷ്യാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഭരണാധികാരികൾ, അതുപോലെ തന്നെ വിധി കൽപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള അധികാരമുള്ള ആളുകളിൽ നിന്ന് 3 കാര്യങ്ങൾ അല്ലാഹു തആല വാങ്ങിയിട്ടുണ്ട്. ഫമൻ ഔഫാ ബിഅഹ്ദില്ലാഹി മിൻഹും നജാ വമൻ ഖസ്സറ ഹലക. ആ 3 കാര്യങ്ങൾ ആരാണോ വീട്ടി കൊടുക്കുന്നത് അവർ വിജയിക്കുകയും അതിൽ കുറവ് വരുത്തുന്നവർ, വീഴ്ച വരുത്തുന്നവർ, അവർക്ക് നാശമുണ്ടാവുകയും ചെയ്യും. അഖദ അലൈഹിം, അവരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ കരാറുകളിൽ ഒന്നാമത്തേത് അല്ലാ യത്തബിഉ അൽ ഹവാ, അവരവരുടെ ഇച്ഛയെ പിൻപറ്റാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ വലിയൊരു ഉത്തരവാദിത്തമാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ അധികാരം, അതുപോലെ തന്നെ നേതൃസ്ഥാനം, അതുപോലെയുള്ള ഒരു നീതിന്യായ വിധിയേൽപ്പിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്തമാണ്. അവിടെ ഇച്ഛകളെ പിൻപറ്റാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് വലാ യഖ്ശൗന്നാസ വയഖ്ശൗഹു, ജനങ്ങളെ ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക എന്നുള്ളത്. കാരണം ഒരു അധികാരി ജനങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഭയപ്പെടാതെ ജനങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളാവും. വഅല്ലാ യശ്തറൂ ബിആയാതിഹി സമനൻ ഖലീല, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ കൊടുത്തുകൊണ്ട് തുച്ഛമായ വിലക്ക് വിൽക്കുന്ന അവസ്ഥ, അഥവാ ദീനിനെയും ഖുർആനിൻ്റെ കൽപ്പനകളെയും എല്ലാം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അതിനെ
പാലിക്കാതിരിക്കുന്ന അങ്ങനെയുള്ള അവസ്ഥ. ഈ 3 അവസ്ഥകൾ അതിൽ ആരാണോ വിജയിക്കുന്നത് അവൻ ഈ അധികാരത്തിന്റെ സ്ഥാനത്ത് ലക്ഷ്യം നേടുന്നതാണ്. വകാന ഇദാ ദക്കറൽ മുലൂക ഖാല, ഭരണാധികാരികളെ രാജാക്കന്മാരെ പറ്റി പരാമർശിക്കുമ്പോൾ ജനങ്ങൾക്ക് പൊതുവെ രാജാക്കന്മാര് അവരുടെ ജീവിതം അങ്ങനെയൊക്കെ കാണുമ്പോൾ ആഗ്രഹം തോന്നുന്ന കാര്യങ്ങളാണ്, അതുപോലെയുള്ള ജീവിതം. അപ്പൊ അങ്ങനെയൊക്കെ അവരെ പറ്റി പരാമർശിക്കപ്പെടുമ്പോൾ ഹസൻ ബസീർ റഹിമഹുല്ല അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ലാ തൻദുറൂ ഇലാ ശറഫി ഐശിഹിം വലീനി റിയാശിഹിം, നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഔന്നത്യത്തിലേക്കോ അല്ലെങ്കിൽ അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ആ മൃദുലതയിലേക്കോ അല്ല നിങ്ങൾ നോക്കേണ്ടത്. വലാകിനും ബറൂ ഇലാ സുർഅത്തി ലഅനിഹിം വസൂഇ മുൻഖലബിഹിം, നിങ്ങൾ നോക്കേണ്ടത് എത്ര പെട്ടെന്നാണ് അവരിൽ നിന്നതെല്ലാം നശിച്ചു പോവുകയും എത്ര മോശപ്പെട്ട രീതിയിലാണ് അതിൽ പലരുടെയും അവസാനം ഇവിടുന്ന് നീങ്ങിപ്പോകുന്നതും എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ദുനിയാവിൽ എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആസ്വാദങ്ങൾ മുഴുകിയ ആളാണെങ്കിലും അത് പലപ്പോഴും രാജാക്കന്മാരുടെ വിഷയത്തിൽ മറ്റൊരു രാജാവുമായിട്ടുള്ള യുദ്ധത്തിലോ അല്ലെങ്കിൽ ഒരു രാജാവായിരുന്ന ആൾ ഒരു ദിവസം കൊണ്ട് എന്താവും, ചിലപ്പോൾ ബന്ദിയായിട്ട് മാറും. അതുപോലെ അങ്ങനെ പലതും ഉണ്ടാകും. അതല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോകും. അപ്പൊ അവർക്ക് ഉണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്ന് ഹസൻ ബസീർ റഹിമഹുല്ല രാജാക്കന്മാരുടെ ജീവിതം കണ്ട് അത്ഭുതപ്പെടുമ്പോൾ ആളുകളോട് പറയാറുണ്ടായിരുന്നു. واتصل به عن بعضهم أنه كان يأكل الخشن ويلبس الدني من الثياب. ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുല്ലയുടെ അടുക്കൽ ഒരു രാജാവായിരുന്ന ഒരാളെ പറ്റി പരാമർശിക്കപ്പെട്ടു. അയാൾ വളരെ വില കുറഞ്ഞ വൈക്കോലുകൾ പോലെയുള്ള കാര്യങ്ങളാണ് അയാൾ ഭക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ വസ്ത്രം ഏറ്റവും മോശപ്പെട്ട വസ്ത്രങ്ങളാണ് ആ രാജാവ് ധരിച്ചിരുന്നത് എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലയോട് പറഞ്ഞു, ഒരു രാജാവിനെ പറ്റി പറഞ്ഞു. ഫഖാല, അപ്പൊ ഹസൻ ബസീർ പറഞ്ഞു, യാ വൈഹ, എന്തൊരു കഷ്ടമാണ്, അലാമ ജുബിയ ലഹു മിനൽ ഖറാജ് വമലക മിൻ അത്റാഫിൽ ബിലാദ്, അയാൾ ഈ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന കപ്പവും അതുപോലെ തന്നെ നാടിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അയാൾ അധികാരപ്പെടുത്തിയുള്ള സ്ഥലമൊക്കെ പിന്നെ എന്തിനാണ്? അയാൾക്ക് രാജാവാണ്, അവർ നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വസ്ത്രം ധരിക്കാനുമുള്ള വരുമാനം അവിടെ ഉണ്ട്. എന്നിട്ട് ഇയാൾ എന്താ ഇപ്പൊ ഇങ്ങനെ ജീവിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു. ഫഖാലു, ഹസൻ ബസീർ റഹിമഹുല്ലയുടെ ആളുകൾ പറഞ്ഞു, ഇന്നഹു യഫ്അലു ദാലിക ബുഖ്ലൻ, ആ രീതിയിൽ ആ രാജാവ് ചെയ്തിരുന്നത് പിശുക്ക് കാരണത്താലാണ്. രാജാവിന് സ്വത്തും സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷേ പിശുക്കനായതുകൊണ്ട് അയാൾ തുച്ഛമായ വില കുറഞ്ഞ ഭക്ഷണവും അതുപോലെ തന്നെ മോശപ്പെട്ട വസ്ത്രങ്ങളും എല്ലാം ധരിച്ചിരുന്നത്. ഫഖാല, അപ്പോൾ ഹസൻ ബസീർ റഹിമഹുല്ലാ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, അല്ലദീ ഹറമഹു മിൻ ദുനിയാ മാ ലിഅജ്ലിഹി തറക ദീനഹു, ആ രാജാവ് അയാൾ ദീനനുസരിച്ച് ജീവിക്കുന്ന, ദീനിന്റെ നിയമങ്ങൾക്ക് അനുസരിക്കുന്ന ഒരാളല്ല. അപ്പൊ അയാൾ ദീൻ ഒഴിവാക്കിയത് കൊണ്ട് അയാളുടെ മേലെ ദുനിയാവും ഹറാമാക്കിയ അവസ്ഥയിലാക്കിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. അതായത് അയാൾക്ക് സ്വത്തും ഇതൊക്കെ ഉണ്ടായിട്ടും അയാൾക്ക് പിശുക്ക് കാരണത്താൽ അയാൾക്ക് അത് ഉപയോഗിക്കാൻ തോന്നുന്നില്ല. കാരണം പിശുക്ക് ഇനി നഷ്ടപ്പെടരുത്, ജീവിക്കണം എന്നുള്ള ആഗ്രഹം. പല സമ്പന്നരുടെയും അവസ്ഥ അങ്ങനെയായിരിക്കും. അവർക്ക് ഭൗതികമായിട്ട് എത്ര വലിയ കാര്യങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം നഷ്ടപ്പെടുമോ, ഇതില്ലാതാകുമോ എന്നുള്ളൊരു പേടിയിൽ അതിനെ ആസ്വദിക്കാതിരിക്കുകയായിരിക്കും അധികം ആളുകളുടെ അവസ്ഥ ഉണ്ടാവുക. യഥാർത്ഥ ഈമാനുള്ളവർക്ക് മാത്രമേ അതപ്പോൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോ അവർ അവരുടെ ദീൻ ഒഴിവാക്കിയത് കൊണ്ട് ദുനിയാവും അവർക്ക് ആസ്വദിക്കാൻ പറ്റാതാക്കിയ അള്ളാഹുവിന് സ്തുതി എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാ പറയുകയുണ്ടായി. വകാന യഖൂൽ, അതുപോലെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ശർറൻ, അള്ളാഹു ഒരു ഖൗമിന്, ഒരു സമൂഹത്തിന് ഷർറ് ഉദ്ദേശിച്ചാൽ, ജഅല ഉമറാഅഹും സുഫഹാഅഹും, അവരുടെ അധികാരികളെ, നേതാക്കന്മാരെ വിഡ്ഢികളാക്കി തീർക്കും. വിഡ്ഢികളായ നേതാക്കന്മാരാണ് അവർക്ക് ഉണ്ടാവുക. വഫൈഅഹും ഇൻദ ബുഖലാഇഹിം, അവർക്ക് കിട്ടുന്ന യുദ്ധസ്വത്തുക്കൾ അത് പിശുക്കന്മാരുടെ കയ്യിൽ മാത്രമാകുന്ന, മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്ന അവസ്ഥയിൽ നൽകാത്ത ആളുകളുടെ കയ്യിൽ മാത്രമാക്കി തീർക്കും എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഭരണാധികാരി നന്നാവുക എന്നുള്ളത് ഇതിൽ വരുന്നുണ്ട്. പിന്നെ മുൻഗാമികൾ പറഞ്ഞിരുന്ന കാര്യം, ജനങ്ങൾ അള്ളാഹുവിനെ എത്രത്തോളം സൂക്ഷിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു തആല ഭരണാധികാരിയെ നന്നാക്കും. അല്ലെങ്കിൽ ജനങ്ങളിൽ പാപങ്ങളും ഇത് സംഭവിക്കുമ്പോൾ ഭരണാധികാരി അതിനനുസരിച്ച് ആകും എന്നുള്ള തരത്തിലെല്ലാം സലഫുകൾ പറഞ്ഞത് കാണാം.
അപ്പോൾ അള്ളാഹു ഒരു ഖൗമിന് ഷർറ് ഉദ്ദേശിച്ചാൽ അതിന് ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഭരണാധികാരി വിഡ്ഢിയാകുന്നതും അതുപോലെ തന്നെ അത് അവരുടെ സമ്പത്തുകൾ അത് പിശുക്കന്മാരുടെ കയ്യിൽ ആവുക എന്നുള്ളത്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ലഖദ് ഹുദ്ദിസ്തു അൻ ബഅദി സ്വഹാബത്തി റിദ്വാനുല്ലാഹി അലൈഹിം. ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ചില സ്വഹാബികളിൽ നിന്ന് ഞാൻ അറിയിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എന്നുള്ള നിലക്ക്. നമുക്കറിയാം ഹസൻ ബസരിയെ പറ്റി പറയാറുള്ളത് തന്നെ സ്വഹാബികളുടെ കാലത്ത് ജീവിച്ചിരുന്ന താബിഈ എന്നാണ്. കാരണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുടെ അടിമയായിട്ടാണ് ചെറുപ്പത്തിൽ വളരുന്നത് ഹസൻ ബസരി. ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പുണ്ട്. ബാക്കി പല ശ്രേഷ്ഠരായ സ്വഹാബികളും ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് ആര് ജീവിച്ചത്? ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വഹാബികൾ ചിലരിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നഹു കാന യഖൂൽ, അവർ പറയാറുണ്ട്, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ അൻ യകൂന ഫിൽ അർളി ഉമറാഉ ഫജറത്തുൻ. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഭൂമിയിൽ അമീറന്മാരായി നേതാക്കന്മാരായി ഫജറത്തുൻ ഫുജാറുകൾ തെമ്മാടികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവുക. വവുസറാഉ കദബത്തുൻ, അവരുടെ മന്ത്രിമാരായിട്ട് കള്ളന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവുക. വഉമനാഉ ഖവനത്തുൻ, വിശ്വസ്തയോടുകൂടി വിശ്വസിക്കേണ്ട ആളുകൾ, വിശ്വസ്തത കാത്തുസൂക്ഷിക്കേണ്ട ആളുകൾ വഞ്ചകന്മാരും ചതിയന്മാരായി മാറുക. വഉലമാഉ ഫസഖത്തുൻ, പണ്ഡിതന്മാർ ഫാസിഖീങ്ങളായിട്ട് മാറുക. വഉറഫാഉ ബലമത്തുൻ, വിധി കൽപ്പിക്കുന്ന ആളുകൾ അവർ അക്രമികളായി മാറുക. വഇന്നി ലഅതഖവ്വഫു അൻ യകൂന വഖ്തനാ ഹാദാ. അന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഭയപ്പെടുന്നു ഇതാണ് അതിന്റെ സമയമെന്ന്, ആ കാലം ഇതാണ് എന്ന് അന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് എത്രത്തോളം ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് മേഖലയിൽ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. വഖീല, മറ്റൊരു സംഭവം, അഹ്ദറ നദ്ർ ഇബ്നു അംറിൻ വകാന വാലിയൻ അലൽ ബസ്റ. ബസ്റയുടെ ഗവർണർ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അന്നദ്ർ ഇബ്നു അംർ എന്ന ഭരണാധികാരി. മൊത്തം ഖലീഫയല്ല, ബസ്റയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഗവർണർ. അദ്ദേഹം കുറച്ച് ദുനിയാവിയായ ആസ്വാദനങ്ങളെല്ലാം ആസ്വദിക്കണം, അങ്ങനത്തെ ഒരു താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലയെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് കൊണ്ടുവന്നു. അൽ ബസ്ര അൽ ഹസന യൗമൻ, ഹസൻ ബസ്രി ബസ്രയിലാണുള്ളത്, ഒരിട്ട് അദ്ദേഹം സദസ്സിൽ കൊണ്ടുവന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ അബാ സഈദ്, അബാ സഈദ് ഹസൻ ബസ്രിയുടെ കുഞ്ഞത്താണ്, ഇന്ന അല്ലാഹ അസ്സ വജല്ല ഖലഖ അദ്ദുനിയ വമാ ഫീഹാ മിൻ ദിയാശിഹാ വബഹ്ജതിഹാ വസീനതിഹാ ലിഇബാദിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയെ സൃഷ്ടിച്ചതും അതിലെ അലങ്കാരങ്ങളും ആസ്വാദനങ്ങളും അതിന്റെ ആഹ്ലാദങ്ങളും എല്ലാം അടിമകൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. അതായത് ദുനിയാവ് ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാള് അതിനുള്ള തെളിവുകളുമായിട്ട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് എടുത്ത് പറയാണ്. എന്നിട്ട് പറഞ്ഞു, വഖാല അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൽ അഅറാഫിലെ 31-ാമത്തെ ആയത്തിൽ, വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുക, കുടിക്കുക, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്. എന്നിട്ട് പറഞ്ഞു, വഖാല അസ്സ മിൻ ഖായിൽ, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിൻ റിസ്ഖ്. അല്ലാഹു അലങ്കാരമായി നൽകിയിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള റിസ്ഖിൽ നിന്ന് ആരാണ് അടിമകൾക്ക് അത് ഹറാമാക്കുന്നത്? ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ വിശ്വാസികൾക്കുള്ളതാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യം ഈ ദുനിയാവിയായിട്ടുള്ള ആസ്വാദനങ്ങളിൽ മുഴുകാൻ തെളിവുകളുണ്ട്, അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആ നാട്ടിലെ ആലിമും ജാഹിദുമായിട്ടുള്ള ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് വിളിച്ചിട്ട് പറയാം. അപ്പൊ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഫഖാല അൽ ഹസൻ അയ്യുഹർ റജുൽ, ഈ മനുഷ്യ, ഇത്തഖില്ലാഹ ഫീ നഫ്സിക്, നിന്റെ സ്വന്തത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വയ്യാക വൽ അമാനിയ അല്ലതി തറഖസ്ത ഫീഹാ ഫതഹ്ലിക. നീ ഈ ഒഴിവ് കഴിവെല്ലാം കണ്ടിട്ടുള്ള ഒരു റുഖ്സ കണ്ടിട്ടുള്ള ഈ ഒരു വ്യാമോഹം ഉണ്ടല്ലോ, അത് നീ സൂക്ഷിക്കുക, അത് നിന്നെ നശിപ്പിക്കും. ഇന്ന അഹദൻ ലം യുഅത ഖൈറൻ മിൻ ഖൈരി ദുനിയ വലാ മിൻ ഖൈരിൽ ആഖിറ ബിഉംനിയതിഹി. ഒരാൾക്കും ദുനിയാവിലെ ഖൈറുകളോ പരലോകത്തെ ഖൈറുകളോ അവരുടെ വ്യാമോഹം കൊണ്ട് ലഭിക്കുന്നില്ല. വ ഇന്നമാ ഹിയ ദാറാൻ, അത് രണ്ട് ഭവനങ്ങളാണ്. മൻ അമില ഫീ ഹാദിഹി അദ്റക തിൽക, ഈ ലോകത്ത് ആരാണോ ശരിയായ രീതിയിൽ പണിയെടുക്കുന്നത് അവർക്ക് പരലോകം ലഭിക്കും.
വനാല മാ ഖുദ്ദിറ ലഹു മിൻഹ, അതുപോലെ തന്നെ ദുനിയാവിൽ അവർക്ക് നിർണയിക്കപ്പെട്ടവും ലഭിക്കും. വമൻ അഹ്മല നഫ്സഹു, അതിലാരാണോ ഒരു അലംഭാവം കാണിക്കുന്നത്, ഖസിറഹുമാ ജമീഅ, അവർക്ക് ദുനിയാവും നഷ്ടാവും പരലോകം നഷ്ടാവും. ഇന്നല്ലാഹ സുബ്ഹാനഹു ഇഖ്താറ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു. വബഅസഹു ബിരിസാലതിഹി വറഹ്മതിഹി, അല്ലാഹു അവന്റെ റിസാലത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിയോഗിച്ചു. വജഅലഹു റസൂലൻ ഇലാ കാഫത്തി ഖൽഖിഹി, എല്ലാ സൃഷ്ടികൾക്കും റസൂലായി കൊണ്ട് അയച്ചു. വഅൻസല അലൈഹി കിതാബൻ മുഹൈമിനൻ, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സംരക്ഷിതമായിട്ടുള്ള ഖുർആനിനെ അല്ലാഹു ഇറക്കി. വഹദ്ദ ലഹു ഫിദ്ദുനിയ ഹുദൂദൻ വജഅല ലഹു ഫീഹ അജലൻ, ആ റസൂലിന് ഒരു പരിധികൾ നിശ്ചയിക്കുകയും ആയുസ് നിർണയിക്കുകയും ചെയ്തു. ثم قال عز وجل, എന്നിട്ട് അല്ലാഹു പറഞ്ഞു സൂറത്തുൽ മുംതഹിനയിൽ 6-ാമത്തെ ആയത്തിൽ, ലഖദ് കാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസന, ആ നബിമാരിൽ എല്ലാ റസൂലുകളിലും തന്നെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു. വഅമറനാ അൻ നഖുദ ബിഅംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് അത് എടുക്കാൻ, അത് സ്വീകരിക്കാൻ നമ്മോട് കൽപ്പിച്ചു. വനഹ്തദി ബിഹദീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗനിർദ്ദേശം മാതൃകയാക്കി പിൻപറ്റാൻ. വമാ ഖസ്സർനാ അൻഹു വഅൻ നസ്ലുക ത്വരീഖതഹു, ആ റസൂലിന്റെ പാത തുടരാൻ പിൻപറ്റാൻ. വനഅമല ബിസുന്നതിഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് കർമ്മം ചെയ്യാൻ. ഫമാ ബലഗ്നാ ഇലൈഹി വബിഫദ്ലിഹി വറഹ്മതിഹി, അങ്ങനെ റസൂലുള്ളാഹിനെ അനുസരിക്കാനും പിൻപറ്റാനും നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് അല്ലാഹുവിന്റെ റഹ്മത്തും ഫദ്ലുമാണ്. വമാ ഖസ്സർനാ അൻഹു ഫഅലൈനാ അൻ നസ്തഈന വനസ്തഗ്ഫിറ, നമ്മളത് കുറവ് വരുത്തുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടുകയും അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുകയും വേണം. ഫദാലിക ബാബു മഖ്റജിന, അതാണ് നമുക്ക് രക്ഷയ്ക്കുള്ള മാർഗം. വഅമ്മൽ അമാനിയു, എന്നാൽ വ്യാമോഹങ്ങൾ എന്നത്, ഫലാ ഖൈറ ഫീഹാ വലാ ഫീ അഹദിൻ മിൻ അഹ്ലിഹാ, അതിലൊരു ഖൈറുമില്ല, അതിന്റെ ആളുകൾക്ക് പിന്നെ ഒന്നും കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതായത് മനുഷ്യർക്ക് പൊതുവേ ഉണ്ടാകുന്ന കാര്യമാണത്. ദുനിയാവിലെ എല്ലാവിധ സൗകര്യങ്ങളും അലങ്കാരങ്ങളും അതുപോലൊക്കെ ഉണ്ടാവണമെന്നുള്ള വ്യാമോഹം, അതിലൂടെ പരലോകവും, ദുനിയാവിലെ ഏറ്റവും നല്ല സുഖവും സൗകര്യങ്ങളും ഒക്കെ പിന്നെ എല്ലാ ആസ്വാദനങ്ങളും വേണം, അതോടൊപ്പം പരലോകത്തും എല്ലാവിധ കാര്യങ്ങളുമാണ് സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ആഗ്രഹം, ചിന്തയാണ്. അപ്പൊ അത് ഈ ആയത്തുകൾ പറഞ്ഞുകൊണ്ട് ഹസൻ ബസ്രിയോട് അദ്ദേഹം പറഞ്ഞപ്പോൾ, ഹസൻ ബസ്രി ആണെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ജാഹിദീങ്ങളിലും അതുപോലെ ആലിമീങ്ങളിലും അറിയപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഈ വാക്കുകൾ പറയാണ്. ഇത് കേട്ടപ്പോൾ ഫഖാല നദർ ഇബ്നു അംർ, അദ്ദേഹം തിരിച്ചു പറഞ്ഞു, യാ അബാ സഈദ്, ഹസൻ ബസ്രിയെ വിളിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ്ദറ അലൈനാ മാ ശാഅ വ ഇന്നാ ലനുഹിബ്ബു റബ്ബനാ. അപ്പോ അള്ളാഹു നമുക്ക് എന്താച്ചാ വിധിക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് മതിയല്ലോ എന്ന്. അതായത് ഇങ്ങനെ കിട്ടുന്നത് അള്ളാഹിന്റെ വിധി അനുസരിച്ചിട്ടാണല്ലോ, അപ്പൊ അത് വിധിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്, നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് മതിയല്ലോ എന്ന് ചോദിച്ചു. ഫഖാല അൽ ഹസൻ, അപ്പോൾ ഹസൻ ബസ്രി തിരിച്ചു പറഞ്ഞു, ലഖദ് ഖാല ദാലിക ഖൗമുൻ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്തും ഒരു കൂട്ടം ആളുകൾ ഈ വാക്ക് പറഞ്ഞിരുന്നു, ഞങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന്. ഫഅൻസലല്ലാഹു തആല അലൈഹി, അവരുടെ മേലെ അള്ളാഹു ഇറക്കിയിട്ടുള്ള ആയത്താണ് സൂറത്ത് ആലി ഇംറാനിലെ 31-ാമത്തെ ആയത്ത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഫജഅല സുബ്ഹാനഹു ഇത്തിബാഅഹു അലൈഹിസ്സലാം അലമൻ ലിൽ മഹബ്ബ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് അവനാണ് അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവൻ. അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവന്റെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളത്. വഅക്ദബ മൻ ഖാലഫ ദാലിക്, അള്ളാഹുവിനെ ഇഷ്ടമുണ്ട് എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാതിരിക്കുകയും ചെയ്യുന്നവൻ അവൻ കളവാണ് പറഞ്ഞത് എന്നറിയിച്ചു. ഫത്തഖില്ലാഹ യാ അയ്യുഹർ റജുൽ ഫീ നഫ്സിക്, വീണ്ടും ഹസൻ ബസ്രി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൈമുല്ലാഹ് ലഖദ് റഅയ്തു അഖ്വാമൻ കാനൂ ഖബ്ലക ഫീ മകാനിക യഅലൂനൽ മനാബിർ, ഞാൻ നിങ്ങളുടെ സ്ഥാനത്ത് ഇതിനു മുമ്പേ പലരെയും കണ്ടിട്ടുണ്ട്, അവർ മിമ്പറുകളുടെ മേലെ, നിങ്ങളുടെ ഈ സ്ഥാനത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ മിമ്പറുകളുടെ മേലെ കയറിയിട്ടുണ്ട്. വതുഹസ്സു ലഹുമുൽ മറാക്കിബ്, അവർക്ക് ധാരാളം കുതിരകളും മറ്റുമുള്ള വാഹന മൃഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയജുറൂന ദുയൂല ബതറൻ വരിആ അന്നാസ്,
അതിന്റെ വാലുകൾ ഉയർത്തിക്കൊണ്ട് അഥവാ കുതിരകളെ ആളുകളെ കാണിച്ചുകൊണ്ട് അവർ നടന്നിട്ടുണ്ട്, പെരുമ കാണിച്ച്. യബ്നൂൻ അൽ മദർ, അവർ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വയുസിറൂൻ അൽ അസർ, അതിന്റെ അനന്തരമായി പല കാര്യങ്ങളും അവരിൽ ഉണ്ടായിരുന്നു. വയതനാഫസൂന ഫി സിയാബ്, നല്ല വസ്ത്രങ്ങൾ മത്സരിച്ച് അവർ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഉഖ്രിജൂ മിൻ സുൽത്താനിഹിം, എന്നിട്ടും അവരവരുടെ അധികാരത്തിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ട്. വസുലിബു മാ ജമഉ മിൻ ദുനിയാഹും, അവർ ഈ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതെല്ലാം അവരിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വഖദിമു അലാ റബ്ബിഹിം, അവരവരുടെ റബ്ബിന്റെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട്. ഫനസലു അലാ അഅമാലിഹിം, അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഫൽവൈലു ലഹും വൽവൈലു ലഹും യൗമത് തഗാബുൻ, ആ അന്ത്യനാളിൽ അവർക്ക് നാശം, അവർക്ക് നാശം, അതിന്റെ അപകടം അറിയിക്കാൻ. വയാ വൈഹഹും, എന്നിട്ട് പറഞ്ഞുകൊണ്ട് അവരുടെ ആ പരലോകത്തിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഹസനുൽ ബസരി സൂറത്തുൽ അബസയിലെ ആയത്തുകൾ പാരായണം ചെയ്തു. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, ഓരോ ആളുകളും അവരുടെ സഹോദരനിൽ നിന്ന് ഓടി അകലുന്ന ദിവസം. വ ഉമ്മിഹി വ അബീഹി, അവരുടെ ഉപ്പമാരുടെ അടുക്കൽ നിന്ന്, ഉമ്മയുടെ അടുക്കൽ നിന്ന്, ഉമ്മമാരുടെ അടുക്കൽ നിന്നെല്ലാം ഓടി അകലുന്ന. വസ്വാഹിബത്തിഹി വബനീഹി, അവന്റെ ഇണയുടെ അടുക്കലിൽ നിന്നും അവന്റെ മക്കളുടെ സന്താനങ്ങളുടെ അടുക്കലിൽ നിന്നും അവൻ ഓടിയകലും. ലികുല്ലി ഇംറിഇം മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നീഹി, അന്നേ ദിവസം ഓരോരുത്തർക്കും നോക്കാൻ അവരുടെ കാര്യം തന്നെ ഉണ്ടാവും, അവരുടെ കാര്യം തന്നെ ഉണ്ടാവും. ദുനിയാവിൽ നമ്മൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വരുമ്പോൾ നമ്മൾ വിചാരിക്കുക, എന്തെങ്കിലും നമ്മൾ കുടുംബമായിട്ട് പോകുമ്പോൾ ഒരു അപകടം സംഭവിച്ചാൽ നമ്മൾ കുടുംബത്തെ രക്ഷിക്കാൻ നോക്കും, ഏത് സാഹചര്യത്തിലാണെങ്കിലും. കാരണം നമുക്ക് അവരൊക്കെ വിലപ്പെട്ടതായിരിക്കും, അവരൊക്കെ നോക്കണം അവർക്ക്. പരലോകത്ത് അങ്ങനെയല്ല. പരലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ ഇവർ നരകത്തിൽ പോവുകയാണെങ്കിലും നമ്മൾ അവരെ രക്ഷിക്കുന്നതിനെ കുറിച്ചല്ല ആലോചിക്കുക, അവരെങ്ങനെ രക്ഷപ്പെടുത്താന്നല്ല ആലോചിക്കുക, നമ്മൾ നമ്മുടെ തടി എങ്ങനെ രക്ഷപ്പെടുത്താന്നേ ആലോചിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് ആ വ്യക്തിയോട്, ബസ്രയിലെ വലിയായിരുന്ന ആ വ്യക്തിയോട് ഹസനുൽ ബസീർ റഹിമഹുല്ലാ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഹസനുൽ ബസീർ റഹിമഹുല്ലയുടെ പ്രത്യേകത തന്നെ ആദ്യം കേട്ട ആളുകൾക്കൊക്കെ അറിയാം. ചിലപ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടാവും. ഈ കിതാബിന്റെ തുടർച്ച ആദ്യത്തിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി ശിഷ്യന്മാര് പറയാറുള്ളത്, അദ്ദേഹം വരുന്നത് കണ്ടാൽ പരലോകത്തുനിന്ന് എങ്ങാനും ഇറങ്ങി വരുന്ന പോലെ ആയിരിക്കും. അത് കാരണം അത്രയും പരലോക ചിന്തയുള്ള ഭയമുള്ള ആളായിരുന്നു. അദ്ദേഹം ദുന്യവിയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞത് 1-2 തവണ മാത്രമാണ് ശിഷ്യന്മാർ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു വാക്ക് അൽ മൗത്ത് തീ, മരണം വന്നെത്തും. അതാണ് അദ്ദേഹം അധികവും ഓർമ്മപ്പെടുത്താറുള്ള ഒരു കാര്യം. അങ്ങനെയുള്ള വ്യക്തിയോടാണ് ഈ അധികാരി ചെന്നിട്ട് ദുനിയാവ് ആസ്വദിക്കാനുള്ള കാര്യം പറയുന്നത്. അതിനാണ് ഈ മറുപടി അദ്ദേഹം പറഞ്ഞത്. വഖീല, അതുപോലെ തന്നെ മറ്റൊരിക്കൽ ഇതേ ഭരണാധികാരി അന്നദർ ഇബ്നു അംർ എന്നുള്ള വ്യക്തിയുടെ അടുക്കൽ മറ്റൊരിക്കൽ അദ്ദേഹം ചെന്നു. ദഖല അലൈഹി യൗമൻ ആഖർ, മറ്റൊരു ദിവസം ചെന്നു. ഫഖാല അയ്യുഹൽ അമീർ, ഇവിടെ ശ്രദ്ധിക്കണം ഒരു കാര്യം, ഇവിടെ ഭരണാധികാരികളോടുള്ള നസീഹത്ത് കൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ആളുകളായി മാറാനാണ് ഈ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത്. ഒരിക്കലും സലഫുകൾ ഭരണാധികാരിയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച മിമ്പറിന്റെ മേലെ നിന്നോ അങ്ങാടിയിൽ ആളെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ആളുകളോട് എന്ത് പറയാറില്ല, ഭരണാധികാരി ഇങ്ങനെ മോശപ്പെട്ട ആളാണ്, അയാൾക്കെതിരെ ഇറങ്ങി പുറപ്പെടണം, അയാൾക്കെതിരെ ചെയ്യണം എന്ന് അവർ പൊതുവായിട്ട് പറയാറില്ല. എന്നാൽ ഭരണാധികാരിയുടെ അടുത്ത് അവരെന്ത് ചെയ്യും? നസീഹത്ത് കൊടുക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്. അഫ്ദലുൽ ജിഹാദി കലിമത്തുൽ ഹഖ് ഇൻദ സുൽത്താനിൻ ജായിർ, ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ അക്രമിയായിട്ടുള്ള ഭരണാധികാരിയുടെ അടുക്കൽ ഹക്ക് പറയലാണ് എന്നാണ്. ചില പിഴച്ച കക്ഷികൾ അവർ പറയാറുള്ളത് അതുകൊണ്ട് ഭരണാധികാരിക്കെതിരെ പറയണം എന്നുള്ളതാണ്. അതല്ല അതിന്റെ ഉദ്ദേശം. ഇൻദ സുൽത്താനിൻ ജായിർ എന്നാണ്. ഇൻദ എന്ന് പറഞ്ഞാൽ അടുക്കൽ, ആ ഭരണാധികാരിയുടെ അടുത്ത് പോയി നസീഹത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഹസനുൽ ബസീർ റഹിമഹുല്ലാ അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, വളരെയധികം നസീഹത്ത് കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇറങ്ങി പുറപ്പെടട്ടെ എന്ന് ചോദിച്ച ആളുകൾക്കെതിരെ ശക്തമായി താക്കീത് ചെയ്ത അസറുകളും വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഭരണാധികാരികളോടുള്ള നസീഹത്തും ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇതുപോലെ പറഞ്ഞിരുന്നത്. മറ്റൊരിക്കൽ അദ്ദേഹം ഈ ഭരണാധികാരിയുടെ അടുക്കൽ, ബസ്രയുടെ വലിയന്റെ അടുക്കൽ ചെന്നപ്പോൾ ദഖല അലൈഹി യൗമൻ ആഖർ ഫഖാല, എന്നിട്ട് ഹസനുൽ ബസീർ റഹിമഹുല്ലാ പറഞ്ഞു, അയ്യുഹൽ അമീർ, അമീറെ, അയ്യദകല്ലാഹ്, അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ, പിന്താങ്ങട്ടെ. ഇന്ന അഖാക മൻ നസഹക ഫീ ദീനിക്, നിങ്ങൾക്ക് ദീനിന്റെ വിഷയത്തിൽ നസീഹത്ത് നൽകുന്ന ഒരു സഹോദരൻ. വബസ്സറക ഉയൂബക്, നിങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സഹോദരൻ. വഹദാക ഇലാ മറാഷിദിക്,
പിന്നെ അവൻ നിങ്ങളെ നേരായതിലേക്ക് വഴി കാണിക്കുന്നവനുമാണ്. അതായത് യഥാർത്ഥ സഹോദരൻ എന്ന് പറഞ്ഞാൽ നല്ല നസീഹത്തുകൾ നൽകുന്ന, ന്യൂനതകൾ കാണിച്ചു കൊടുക്കുന്ന, നേരായതിലേക്ക് വഴി കാണിക്കുന്നവനാണ്. വഇന്ന അദുവക മൻ ഗറക വമന്നാക, നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞാൽ നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളെ ഓരോ വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ച് ചതിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. കാരണം അധിക രാജാക്കന്മാരുടെ അടുത്ത് എങ്ങനെ ആളുകളുണ്ടാവുക, അതുപോലെ ആളുകളുണ്ടാവുക. രാജാക്കന്മാരെന്ന് ഭൗതികമായ നേട്ടങ്ങൾ നേടാൻ വേണ്ടി അവരെ ഓരോ വാക്കുകൾ പറഞ്ഞ് സുഖിപ്പിക്കുന്ന ആളുകളാണ് അധിക കാലത്തുണ്ടായിട്ടുള്ളത്. പക്ഷേ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത്, സഹോദരൻ എന്ന് പറയുന്നത് ഹക്ക് പറയുന്ന, നസീഹത്ത് നൽകുന്നവനാണ്. അത് പറഞ്ഞിട്ട് പറഞ്ഞു, അയ്യുഹൽ അമീർ ഇത്തഖില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നക അസ്ബഹത മുഖാലിഫൻ ലിൽ ഖൗമി ഫിൽ ഹദി വസ്സിറ, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ഭരണാധികാരികളുടെ ആ മാർഗത്തിനോട് എതിരായിക്കൊണ്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. ധൈര്യം ആലോചിക്കണം. ഒരു ഭരണാധികാരിയോട് പോയിട്ട് എന്തും ചെയ്യാൻ അർഹതയുള്ള ആളാണ് അവിടെ ഉള്ളത്. പക്ഷെ ആ ഭരണാധികാരിയോട് മറ്റുള്ള പൊതുമുസ്ലിമീങ്ങളോടുമുള്ള നസീഹത്തിന്റെ ഭാഗമായിട്ട് ആ നാട്ടിലെ ഒരു ആലിം ഭരണാധികാരിയുടെ അടുത്ത് എന്ന് പറയുകയാണ്, നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ പാതയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്, അവര് ഉണ്ടായിരുന്ന ഒരു മാർഗത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. കാരണം കുറച്ച് ദുനിയാവിയായ ആഗ്രഹങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വൽ അലാനിയ വസ്സറീറ, പരസ്യത്തിലും രഹസ്യത്തിലും. വഅൻത മഅ ദാലിക തതമന്നൽ അമാനിയ, നിങ്ങൾ കുറെ വ്യാമോഹങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഫതറജ്ജഹ് ഫീ ത്വലബിൽ ഉദ്ർ, അതിനെല്ലാം ഓരോ ന്യായങ്ങളും നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. വന്നാസു അസ്ലഹക്കല്ലാഹു താലിബാൻ, എന്നിട്ട് പറഞ്ഞു ജനങ്ങൾ രണ്ട് കാര്യങ്ങൾ തേടുന്ന ആളുകളായിരിക്കും, രണ്ട് കാര്യങ്ങൾ തേടുന്നവർ. ഫതാലിബു ദുനിയ വതാലിബു ആഖിറ, ദുനിയാവ് തേടുന്ന ആളുകൾ, പരലോകം തേടുന്ന ആളുകൾ. വൈമുല്ലാഹ്, അല്ലാഹുവാണ്. ലഖദ് അദ്റക താലിബുൽ ആഖിറതി വസ്തറാഹ, പരലോകം തേടുന്ന ആളുകൾ എന്താണോ അവർ തേടുന്നത് അത് അവർക്ക് ലഭിക്കും. അവർ ഇസ്തിറാഹ, വിശ്രമം കൊള്ളുന്ന അവസ്ഥയും ഉണ്ടാകും. വതഇബൽ ആഖിറു വഹുരിമ, എന്നാൽ ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ ക്ഷീണം ബാധിക്കുകയും ദുനിയാവ് കിട്ടാനും പോണില്ല. നമ്മൾ ദുനിയാവിന്റെ ഒരു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അവസ്ഥ എന്താ അറിയോ, നമുക്ക് പലപ്പോഴും ഭൗതികമായി ബാഹ്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ആളുകളെ കാണും. ഇപ്പൊ നല്ല വീട്, നല്ല കാറ്, നല്ല കൊട്ടാരം, നല്ല സൗകര്യം, നമുക്കത് ലഭിച്ചിരുന്നെങ്കിലും തോന്നും. യഥാർത്ഥത്തിൽ അതിൽ ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കാത്ത ആളുകളാണ് എങ്കിൽ അവർ അനുഭവിക്കുന്ന ഞെരുക്കം വളരെ വലുതായിരിക്കും. അവർക്ക് ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും ഇനി കിട്ടണം എന്നുള്ള ആഗ്രഹവും, അവർക്ക് ഇതും ആസ്വദിക്കാൻ പറ്റൂല, പരലോകം കിട്ടാൻ പോകുന്നില്ല, ആ അവസ്ഥയിലുണ്ടാവുക. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം സഹാബികൾ പോലും പറഞ്ഞൊരു വാക്കുണ്ട്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം പല നാടുകളിലും ഗവർണർമാരായി നല്ല സൗകര്യത്തിൽ ജീവിതം നയിക്കുന്ന അവസ്ഥയിൽ അവർ പറഞ്ഞൊരു വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്, ഞങ്ങൾ കാലിൽ ഒരു ചെരുപ്പിടാനില്ലാതെ യുദ്ധത്തിന് പോയിട്ടുണ്ട്, ഞങ്ങൾക്കൊരു വസ്ത്രം ധരിക്കാനില്ലാതെ ഒരാളുടെ വസ്ത്രം മുറിച്ച് രണ്ടാൾ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്, ഇഷ്ടപ്പെട്ട ഭക്ഷണം, കീഴിൽ ജോലിക്കാര്, എല്ലാവരും സൗകര്യമുണ്ട്. പക്ഷെ അന്ന് അനുഭവിച്ച ഈമാനിന്റെ ആസ്വാദനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് സ്വഹാബികൾ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പരലോകമാണ് തേടുന്നത് എങ്കിൽ നമുക്ക് രണ്ടും കിട്ടും. ഇവിടെ റാഹത്തായ ഒരു ജീവിതം കിട്ടും, പരലോകം കിട്ടും. ദുനിയാവാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇവിടെ ക്ഷീണമായിരിക്കും, പരലോകത്തൊന്നും കിട്ടാനും പോണില്ല. ഫഹ്ദർ അയ്യുഹൽ അമീർ എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഭരണാധികാരിയോട് എന്നിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. അയ്യുഹൽ അമീർ അൻ തസ്ആ ലിതലബിൽ ഫാനി വതത്റുകൽ ബാഖി, നിലനിൽക്കുന്നതിനെ ഒഴിവാക്കിയിട്ട് നശിച്ചു പോകുന്നതിന്റെ പിന്നാലെ പോകുന്ന നിങ്ങൾ സൂക്ഷിക്കണം, അതിനുവേണ്ടി പണിയെടുക്കുന്ന നിങ്ങൾ സൂക്ഷിക്കണം. ഫതകൂന മിനൻ നാദിമീൻ, അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും, നിരാശപ്പെടുന്ന ആളുകൾ പെട്ടുപോകും. വഅലം അന്ന ഹകീമൻ ഖാല, പണ്ട് തത്വചിന്തകനായിട്ടുള്ള അതോ ബുദ്ധിയുള്ള ഒരാൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഐനൽ മുലൂകുല്ലതി അൻ ഹബ്ദിഹാ ഗഫലത്, എവിടെയാണ് രാജാക്കന്മാർ, പരലോകത്തെ അവരുടെ ഭാഗങ്ങളെ കുറിച്ച് മറന്നുപോയ അശ്രദ്ധയിലായ രാജാക്കന്മാർ എവിടെ പോയി? ഹത്താ സഖാഹാ ബികഅസിൽ മൗതി സാഖീഹാ, മരണത്തിന്റെ കോപ്പയിൽ നിന്ന് അവർ കുടിക്കുന്നത് വരെ അവർക്ക് എന്തുണ്ടായിട്ടുള്ളൂ? അവർ ആ ശ്രദ്ധയിൽ തുടർന്നു പോകുന്ന അവസ്ഥ അവർക്കുണ്ടായത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നഊദു ബില്ലാഹി മിനൽ ഹൗരി ബഅദൽ കൗരി വമിനൽ ളലാലതി ബഅദൽ ഹുദാ. നഊദു ബില്ലാഹി മിനൽ ഹൗരി ബഅദൽ കൗർ. ഹൗർ എന്ന് പറഞ്ഞാൽ നുഖ്സാൻ, ഒരു കാര്യം കുറഞ്ഞു പോവുക, മടങ്ങി പോവുക. കൗർ എന്ന് പറഞ്ഞാൽ അധികരിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഒരു കാര്യം എല്ലാം ഉണ്ടായിട്ട് അതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അതിനെ തൊട്ട് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. വമിന ദ്വലാലത്തി ബഅദൽ ഹുദ, നേർമാർഗത്തിന് ശേഷം പിന്നെ വഴികേടിലാകുന്നതിനെ തൊട്ടും ഞങ്ങൾ രക്ഷ തേടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലഖദ് ഹുദ്ദിസ്തു അയ്യുഹൽ അമീർ, അമീർ എന്നോട് അറിയിക്കപ്പെട്ടിട്ടുണ്ട്, അൻ ബഅദി സ്വാലിഹീന അന്നഹു കാന യഖൂൽ, ചില സാലിഹീങ്ങൾ അവർ പറയാറുണ്ടായിരുന്നു, കഫൽ മർഅ ജിനായതൻ അൻ യകൂന ലിൽ ഖവനതി അമീനൻ, വഞ്ചകന്മാർക്ക് വിശ്വസ്തനാവുക എന്നുള്ളത് മാത്രം മതി ഒരാൾക്ക് കുറ്റമാകാൻ. വഅല അഅമാലിഹിം മുഈനൻ, അതുപോലെ ആ ചതിയന്മാരായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുക എന്നുള്ളതും കുറ്റമാണ് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അന്നത്തെ ഭരണാധികാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉപദേശിച്ചതായിരിക്കാം. വഖീല ആഖിർ ഫഖീരിൻ, ഒരിക്കൽ ഒരു ദരിദ്രനായ വ്യക്തിയോട് പിന്നെ പറയപ്പെട്ടു, അലാ തദ്ഹബു ഇല സ്വലാത്തീൻ ഫതുസീബ മിൻ ഖൈരിഹിം, നിങ്ങൾക്ക് സുൽത്താൻമാരുടെ ഭരണാധികാരിയുടെ അടുത്ത് പോയിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് നേടിക്കൂടെ, വാങ്ങിക്കൂടെ, ദരിദ്രനായി ജീവിക്കേണ്ട ആവശ്യമുണ്ടോ, വാങ്ങിക്കൂടെ ചോദിച്ചു. ഫഖാല, അപ്പൊ ദരിദ്രനായ വ്യക്തി പറഞ്ഞു, നഊദു ബില്ലാഹി മിമ്മാ യക്റഹു തആല, അല്ലാഹു വെറുക്കുന്ന ഒരു കാര്യത്തെ തൊട്ട് ഞാൻ രക്ഷ തേടുന്നു. ലഅൻ അമൂത മുഅ്മിനൻ മഹ്സൂലൻ, ശോഷിച്ച അവസ്ഥയിൽ ഒരു മുഅ്മിനായിക്കൊണ്ട് ഞാൻ മരണപ്പെടുന്നതാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ അമൂത മുനാഫിഖൻ സമീനൻ, നല്ല തടിച്ചു കൊഴുത്ത ഒരു മുനാഫിഖായിട്ട് ഞാൻ മരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതോ ഭരണാധികാരി എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഭരണാധികാരിയെ സൂചിപ്പിച്ച് പറയേണ്ടി വരും, അല്ലെങ്കിൽ അതിനോട് ഇതായിട്ട് നിൽക്കേണ്ടി വരും. അപ്പൊ ആ നിലക്ക് ആ രാജാവിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങുന്നതിനേക്കാൾ, അഥവാ അക്രമികളായിട്ടുള്ള ദീന് പിൻപറ്റാത്ത ഭരണാധികാരികൾ, അങ്ങനെ ഞാൻ അവരെ സൂചിപ്പിച്ച് മുനാഫിക്കായി ജീവിക്കുന്നതിനേക്കാൾ ഒന്നുമില്ലാതെ തിന്നാനില്ലാതെ ശോഷിച്ച് മുഅ്മിനായിക്കൊണ്ട് മരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്താൻ അദ്ദേഹം പോകാറുണ്ടായിരുന്നു. അദ്ദേഹം അതിന് അർഹതയുള്ളവനാണ്. കാരണം അന്ന് ബസ്രയിൽ ജീവിക്കുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മദ്ഹബ് ഉണ്ടായിരുന്നു, ഇന്നും ചില സ്ഥലങ്ങളിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അല്ലാഹു ആലം. അദ്ദേഹത്തിന്റെ ബസ്രയിൽ ഹസനുൽ ബസ്രിയുടെ മദ്ഹബ് ഉണ്ടായിരുന്നു. മദ്ഹബിന്റെ ഇമാമിങ്ങളെ പോലെ ഒരു ഇമാമായിരുന്നു ഹസനുൽ ബസ്രി. പിന്നീട് പക്ഷെ അദ്ദേഹത്തിന്റെ ഉസൂലുകൾ, മദ്ഹബിന്റെ ഉസൂലുകൾ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് അത് നീങ്ങിപ്പോയത്. അന്ന് ബസ്രയിൽ അദ്ദേഹത്തിന്റെ മദ്ഹബ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അടുത്തൊരു ഒരു സംഭവമാണ്, വഅഹ്വറ ഇബ്നു ഹുബൈറത അൽ ഹസന വശഅബിയ, ഒരിക്കൽ ഇബ്നു ഹുബൈറ ഹസനെയും ഷഅബിയെയും വിളിച്ചു വരുത്തി. അദ്ദേഹം ഗവർണറായിരുന്നു, ബസ്രയിലോ അതോ നാട്ടിലെയോ പിന്നെ ഗവർണറായിരുന്നു. അപ്പോൾ ഹസൻ ബസ്രീനെയും ഷഅബിയെയും, രണ്ടും പണ്ഡിതന്മാരാണ്, അറിവുള്ള ആളുകളാണ്, അവർ രണ്ടുപേരെയും ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഫഖാല ലഹുമാ അസ്ലഹകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ നന്നാക്കട്ടെ, ഒരു ദുആ. ഇന്ന അമീറൽ മുഅ്മിനീന യസീദ് ഇബ്നു അബ്ദുൽ മലിക് യക്തുബ് ഇലയ്യ കുതുബൻ, അന്ന് മുസ്ലിം ലോകത്തെ ഭരണാധികാരിയായിരുന്നു പിന്നെ അബ്ദുൽ മലിക്. അദ്ദേഹത്തിന്റെ മകൻ യസീദ് പിന്നീട് ഭരണാധികാരം ഏറ്റെടുത്ത വ്യക്തിയാണ്. അപ്പോ ആ യസീദ് ബിൻ അബ്ദുൽ മലിക് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ ഗവർണറാണ്. അപ്പൊ ഗവർണർക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടി ആലോചിക്കാനാണ് ഹസനുൽ ബസ്രിയെയും ഷഅബിയെയും വിളിച്ചു വരുത്തിയത്. അപ്പൊ ഹസനുൽ ബസ്രിയും ഷഅബിയോടും പറഞ്ഞു, ഇങ്ങനെ അമീറുൽ മുഅ്മിനീൻ എനിക്കൊരു കത്ത് എഴുതിയിട്ടുണ്ട്, അഅരിഫു ഫീ തൻഫീദിഹാ അൽ ഹലക, ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നടപ്പിലാക്കിയാൽ നാശമാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ദീനെതിരായിട്ടുള്ളതോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. കാരണം ഭരണാധികാരികൾ പല രീതിയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നടപ്പിലാക്കിയാൽ നാശവും ഉണ്ടാവുക. ഫഖാഫു ഇൻ അതഅതുഹു ഗളബല്ലാഹ്, ഞാൻ ആ ഭരണാധികാരി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിയാൽ അള്ളാഹുവിന്റെ കോപത്തെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. വഇൻ അസൈതുഹു ലം ആമൻ സത്വതഹു, ഞാൻ ഭരണാധികാരിക്ക് എതിര് ചെയ്താലോ അനുസരിക്കാതിരുന്നാലോ അയാളുടെ അധികാരത്തിൽ നിന്നും അയാളുടെ ശിക്ഷയിൽ നിന്നും ഞാൻ ഒഴിവാകുകയുമില്ല. ഫമാ തറയാനിലി, ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ ചോദിച്ചു. ഞാനിപ്പോ എന്താ ചെയ്യാ, ഞാൻ എന്താ ചെയ്യേണ്ടത് സംശയത്തിലാണെന്ന് ചോദിച്ചു. ഫഖാല അൽ ഹസൻ ലിശഅബി, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഷഅബിയോട് പറഞ്ഞു, യാ അബാ അംർ അജിബിൽ അമീർ, അബു അംർ നിങ്ങൾ ഈ അമീറിന് മറുപടി കൊടുക്കുക, എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളി. ഫറഫഖ ലഹു ഫിൽ ഖൗൽ വൻഹഖ ഫീ ഹവ ഇബ്നു ഹുബൈറ, ഷഅബി എന്ത് ചെയ്തു, കുറച്ച് ഈ അമീറിനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ, കുഴപ്പമില്ല സാരല്ല, അങ്ങനെയൊന്നും ചെയ്താൽ അങ്ങനെയൊന്നും ഉണ്ടാവൂല, അങ്ങനെയൊക്കെ നിലക്ക് ഒന്ന് പിന്നെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത്. അതായത് അധികമൊന്നും പറഞ്ഞില്ല, നിങ്ങൾ കുഴപ്പമില്ല, ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ള നിലക്ക് ചെറിയ രീതിയിൽ പറഞ്ഞു. വകാന ഇബ്നു ഹുബൈറ ലാ യസ്തശ്ഫി ദൂന അൻ യസ്മഅ ഖൗൽ ഹസൻ, പക്ഷേ ഇബ്നു ഹുബൈറക്ക് ഹസനുൽ ബസ്രിയുടെ വാക്കനെ കേൾക്കണം.
ഹസൻ ബസ്രി എന്താ പറയുന്നത് കേൾക്കണം, എന്നാലേ സമാധാനമാവുള്ളൂ. ഫഖാല, അദ്ദേഹം ചോദിച്ചു, ഖുൽ മാ ഇൻദക യാ അബാ സഈദ്. ഹസൻ ബസ്രി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പറയും. ഫഖാല അൽ ഹസൻ, അപ്പോൾ ഹസൻ ബസ്രി പറഞ്ഞു, അവലൈസ ഖദ് ഖാല ശഅബി, ശഅബി പറഞ്ഞല്ലോ പോരെ, ഞാൻ പറയണോ, ശഅബി പറഞ്ഞല്ലോ പറഞ്ഞു. ഫഖാല ഇബ്നു ഹുബൈറ മാ തഖൂലു അൻത, നിങ്ങൾ എന്താ പറയുന്നത്, കൂടി പറയുന്നു പറഞ്ഞു. ഫഖാല പറഞ്ഞു, അപ്പോൾ ഹസൻ ബസ്രി പറഞ്ഞു, അഖൂൽ, ഞാൻ പറയുന്നത്, വല്ലാഹി യൂഷികു അൻ യൻസില ബിക മലകും മിനൽ മലായികത്തില്ലാ, വൈകാതെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളിൽ ഏതെങ്കിലും ഒരു മലക്ക് നിങ്ങളുടെ അടുക്കലെത്തും. ഫൾദുൻ ഗലീബുൻ ലാ യഅസില്ലാഹ മാ അമറഹു, പരുവരിച്ച ആളുകളാണ്, അള്ളാഹുവിന്റെ കൽപ്പന അവർ ധിക്കരിക്കില്ല. ഫയുഖ്രിജക മിൻ സഅദ് ഖസ്രിക് ഇലാ ദീഖി ഖബ്രിക്, നിങ്ങളുടെ ഈ മണിമാളികയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് പുറത്തെടുത്ത് ഖബറിന്റെ ഞെരുക്കത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി വെക്കും. ഫലാ യുഗ്നി അൻക ഇബ്നു അബ്ദുൽ മലിക് ഷൈഅൻ, ആ സമയത്ത് ഈ അമീർ ഇബ്നു അബ്ദുൽ മലിക് നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാനും ഉണ്ടാവില്ല. ഫബകാ ഉമർ ഇബ്നു ഹുബൈറ ബുകാഅൻ ഷദീദൻ, ഇത് കേട്ടപ്പോ ഇബ്നു ഹുബൈറ എന്ത് ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അതായത് ഷഅബി കുറച്ച് സമാധാനിപ്പിച്ചിതില്ലാന്ന് പറഞ്ഞത്. ഹസൻ ബസ്രി പറഞ്ഞു, നിങ്ങൾ പിന്നെ നിങ്ങളുടെ അവസ്ഥ എപ്പോഴാണെങ്കിലും മരിച്ചു പോവും, അപ്പോൾ ഒരാളും സഹായത്തിന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കരയാൻ തുടങ്ങി. വജ്സല ജായിസത്തുൽ ഹസൻ വഖസ്സറ ഫീ ജായിസത്തുൽ ശഅബി, ഹസൻ ബസ്രിക്ക് ധാരാളം കാര്യങ്ങൾ അവിടുന്ന് സമ്മാനമായി നൽകി. ഷഅബിക്ക് വാക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വലിയ അത്ര പരിഗണന ഒന്നും കൊടുത്തില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് ثم خرج الشعبي الى المسجد, ഹസൻ ബസ്രി ഷഅബി അവിടുന്ന് പോന്നു. ഷഅബി നേരെ മസ്ജിദിലേക്ക് പോയി, ദർസ് എടുക്കാനും പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. ഫലമ്മ ഇജ്തമഅ അഹ്ലു മജ്ലിസിഹി, അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ആളുകളൊക്കെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, മൻ ഇസ്തതാഅ മിൻകും അൻ യുഅ്സിറല്ലാഹ അസ്സ വജൽ അലാ ഖൽഖിഹി, നിങ്ങൾക്ക് ആർക്കാണോ മറ്റുള്ള സൃഷ്ടികളെക്കാൾ അള്ളാഹുവിന് സ്ഥാനം കൊടുക്കാൻ സാധിക്കുന്നത്, മറ്റാരുടെ തൃപ്തിയേക്കാളും ഇഷ്ടത്തെക്കാളും ഭയത്തെക്കാളുമെല്ലാം അള്ളാഹുവിന് സ്ഥാനം കൊടുക്കാൻ സാധിക്കുന്നത്, ഫലിയഫൽ, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, അള്ളാഹുവിനായിരിക്കണം മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്നൽ അമീർ ഇബ്നു ഹുബൈറ അർസല ഇലയ്യ വ ഇലൽ ഹസൻ, എന്നൊരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്നു ഹുബൈറ എന്നിലേക്കും ഹസൻ ബസ്രിയിലേക്കും ആളുകളെ അയച്ചു. ഫവല്ലദി നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, മാ അലിമൽ ഹസനു ഷൈഅൻ ജഹൽതുഹു, എനിക്കറിയാത്തൊരു കാര്യം പ്രത്യേകിച്ച് ഹസൻ ബസ്രിക്ക് അറിയില്ല. അതായത് ഇൽമു കൊണ്ട് അവർ ഒരു ദർജയിലുള്ള ആളുകളായിരുന്നു. എന്നിട്ട് പറയാണ്, വലാകിൻ റഅയ്തു ഇബ്നു ഹുബൈറ, ഞാൻ പക്ഷെ എന്ത് ചെയ്തു, ഇബ്നു ഹുബൈറയെ ഒന്ന് പിന്നെ സമാധാനിപ്പിക്കാനും അദ്ദേഹത്തിന്റെ കാര്യമൊക്കെ ഒന്ന് പരിഗണിച്ചു. വറത്തു റിളാഹു, അദ്ദേഹത്തിന് തൃപ്തിപ്പെട്ടോട്ടെ, അദ്ദേഹത്തിന് എന്നിൽ തൃപ്തിപ്പെട്ടോട്ടെ ഞാൻ ഉദ്ദേശിച്ചു. വഖസ്സർതു ഫീ ഖൗലി ലഹു, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്ക് കുറച്ചുപോയി. അതായത് ഒന്ന് അദ്ദേഹത്തിനെ വല്ലാതെ വേദനിപ്പിക്കാതെ ഒന്ന് നല്ല രീതിയിൽ സമാധാനിപ്പിച്ചാണ് പറഞ്ഞത്. ഫഖ്സാനില്ലാഹു ഫഅബ്അദനി, പക്ഷേ അത് കാരണത്താൽ അള്ളാഹു എന്തായി, അദ്ദേഹത്തിൽ നിന്ന് അകറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. വകാനൽ ഹസനു മഅല്ലാഹി അസ്സ വജൽ, പക്ഷേ ഹസൻ ബസ്രി അള്ളാഹുവിനോടൊപ്പമായിരുന്നു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാണ് സംസാരിച്ചത്. ഫഖറബഹു വഅദ്നാഹു, അതുകൊണ്ട് ആ ഭരണാധികാരി കൂടുതൽ സ്ഥാനവും അടുപ്പവും നൽകി. വസഖറ ഇബ്നു ഹുബൈറ, ഹസൻ ബസ്രി പറഞ്ഞതിന്റെ കീഴിൽ ഇബ്നു ഹുബൈറ നിന്നു. ഫആസറഹു വഹബാഹു, ഹസൻ ബസ്രിക്ക് പ്രത്യേക സ്ഥാനവും എല്ലാം നൽകി എന്നുള്ളത്. അതായത് ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ വളരെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കുകൾ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്ന, അതുപോലെ തന്നെ വളരെയധികം ഇതുപോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കാണിച്ചിരുന്ന, പരലോകത്തെയും മരണത്തെയും ഏറ്റവും ഓർമ്മിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഹസൻ ബസ്രി റഹിമഹുള്ള. അപ്പോൾ ഒരാളുടെ തൃപ്തി പ്രതീക്ഷിച്ചോ ഒരാളെ ഭയപ്പെട്ടിട്ടോ വേറെ ഒന്നിനും വേണ്ടി ഹസൻ ബസ്രി റഹിമഹുള്ള എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല, വാക്കുകളെ മാറ്റി പറയാറുണ്ടായിരുന്നില്ല. ഭരണാധികാരിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഒരാളും സഹായത്തിന് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആളായിരുന്നു. അപ്പൊ ഷഅബി എന്നുള്ളത് ഒട്ടും മോശമെന്നല്ല, നല്ല അറിവുള്ള പണ്ഡിതനും ശ്രേഷ്ഠനായ സലഫുകൾപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് സംഭവിച്ച അബദ്ധം അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വഖീല, മറ്റൊരു സംഭവം, ഖറജൽ ഹസനു യൗമൻ മിൻ ഇൻദി ഇബ്നു ഹുബൈറ, ഒരു ദിവസം ഇബ്നു ഹുബൈറയുടെ അടുക്കൽ നിന്ന് ഹസൻ ബസ്രി റഹിമഹുള്ള പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഫൈദാ ഹുവ ബിൽ ഖുറാഇ അലാ ബാബിഹി, ആ ഭരണാധികാരിയുടെ കവാടത്തിനടുത്തായിട്ടുണ്ട് ഖുർആൻ പഠിച്ചിട്ടുള്ള, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരുപാട് ഖുറാകൾ, അറിവുള്ള ആളുകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രാജാവിന്റെ അടുത്ത് എന്തെങ്കിലും സ്ഥാനം കിട്ടാനോ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട്.
ഫഖാല, അപ്പോ ഹസൻ ബസ്രി ചോദിച്ചു, മാ ജാഅ ബികും ഹാഹുന, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിട്ടുള്ളത്? ലാ കസ്സറല്ലാഹു ജംഅക്കും, നിങ്ങളെ ഇതുപോലെയുള്ള ആളുകൾ അല്ലാഹു അധികരിപ്പിക്കാതിരിക്കട്ടെ. തുരീദൂന ദുഖൂല അലാ ഹൗലാഇൽ ജർബാ, ഇതുപോലെയുള്ള ഈ ആളുകൾ അഥവാ ഭരണാധികാരി രാജാക്കന്മാർ അവരുടെ അടുക്കൽ ചെന്ന് സ്ഥാനം കിട്ടാനും അവരുടെ അടുക്കൽ ചെന്ന് പ്രവേശിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് അന്നത്തെ രീതിയായിരുന്നു. അതായത് ഇപ്പോൾ അന്ന് അറിവുള്ള ആളുകളാവട്ടെ, ഖുർആനിലെ അറിവുള്ള ആളുകളാവട്ടെ, ഭരണാധികാരിയുടെ ആ അടുത്തൊരു സ്ഥാനം പ്രത്യേകമായി കിട്ടാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എത്രത്തോളം വെച്ചാൽ അവരുടെ ഹക്ക് അതല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി അവരതിനെ രാജാവിന്റെ താല്പര്യത്തിന് വേണ്ടി അതുമായി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ദീനിന്റെ വിഷയത്തിൽ പോലും. ഇപ്പോൾ അഹ്മദ് ഹംബൽ റഹ്മയുടെ കാലത്തൊക്കെ ഖൽഖുൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അല്ലയോ എന്നുള്ള ചർച്ച നടക്കുമ്പോൾ സൃഷ്ടിയല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി രാജാവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടിട്ടോ രാജാവിന്റെ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിച്ചോ കൂടി രാജാവിന്റെ ഒപ്പം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അറിവുള്ള ആളുകളിൽ ചുരുക്കം 4 5 ആളുകളാണ് അന്ന് ഇമാം അഹമ്മദിനെ പോലെ ഉറച്ചു നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പോ ഇതിനാണ് ഇവരുടെ അടുക്കൽ നിങ്ങളിങ്ങനെ പോകുന്നത്. ഫവല്ലാഹി, എന്നിട്ട് പറഞ്ഞു, മാ മുഖാലത്തുഹും മുഖാലത്തുൽ അബ്റാർ. ഇത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ദീനിന്റെ നിയമങ്ങൾക്ക് അധികം വില കൊടുക്കാതെ അക്രമികളും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഇതിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ആളുകളാട്ടോ ഈ ഭരണാധികാരികൾ ഉദ്ദേശിക്കുന്നത്. നല്ല ആളുകളുടെ അടുക്കൽ നല്ല സ്ഥാനത്ത് തന്നെ ഉലമാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഫവല്ലാഹി, അല്ലാഹുവാണ്, മാ മുഖാലത്തുഹും മുഖാലത്തുൽ അബ്റാർ, നിങ്ങളുടെ ഈ കൂട്ടി നിൽക്കൽ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് ഒരിക്കലും പുണ്യം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, പുണ്യത്തിന് വേണ്ടിയിട്ടല്ല. വലാ മജാലിസുഹും മജാലിസുൽ അഖ്യാർ, നിങ്ങളുടെ ഈ സദസ്സ് നന്മയുടെ സദസ്സല്ല. തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകൂ, നിങ്ങൾ പിരിഞ്ഞു പോകൂ. ഫറഖല്ലാഹു ബൈന അർവാഹിക്കും വഅജ്സാദിക്കും, അല്ലാഹു നിങ്ങളുടെ റൂഹും ശരീരങ്ങളും തമ്മിൽ വേർതിരിക്കട്ടെ. അഥവാ അവര് അങ്ങനെ ഒരു ഇതിന് വന്നിക്കുകയാണ്. അതായത് ഇൽമും ഇതൊക്കെ ഉണ്ടായിട്ടും കൂടി സമ്പത്തിനും അതുപോലെ സ്ഥാനത്തിനും വേണ്ടി നിന്ദ്യത ഏറ്റുവാങ്ങാൻ വന്നിക്കുകയാണ്. ഹസൻ ബസ്രി അവരോട് പറയാം, വലാ കസ്സറല്ലാഹു ഫിൽ മുസ്ലിമീന മിസ്ലക്കും, നിങ്ങളെ പോലുള്ള ആളുകളെ അല്ലാഹു തആല മുസ്ലിമീങ്ങളിൽ അധികരിപ്പിക്കാതിരിക്കട്ടെ. ഹദൗതും നിആലക്കും, നിങ്ങൾ നല്ല ചെരിപ്പും ധരിച്ച്, വശമ്മർതും സിയാബക്കും, നല്ല വസ്ത്രവും ഒരുക്കി, വജസർതും റൂസക്കും, നിങ്ങൾ നിങ്ങളുടെ തലയൊക്കെ മുണ്ടനം ചെയ്ത്, വകഹൽതും അയ്യുനക്കും, നിങ്ങളുടെ കണ്ണിൽ സുറുമയെല്ലാം ഇട്ട്, ഫകുൻതും ശർറ ഉസാബത്തിൻ, നിങ്ങൾ ഏറ്റവും ഷർറ് നിറഞ്ഞൊരു വിഭാഗമാണ്. അഥവാ രാജാവിനെ തൃപ്തിപ്പെടുത്താൻ അന്നത്തെ ഒരു കോലും ഇതൊക്കെ കെട്ടിയിട്ട് വരികയാണ്. ഹലഖു ശവാരിബ് ലിത്തം, നിങ്ങളതാ നിങ്ങളുടെ മീശയൊക്കെ വടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഫവഹ്തുമുൽ ഖുറാ, നിങ്ങൾ യഥാർത്ഥ പണ്ഡിതന്മാർക്ക് തന്നെ നാശം വരുത്തുക. ലാ ജമഅ അല്ലാഹു ശംലക്കും, അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഒരുമിപ്പിക്കാതിരിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, അമാ വല്ലാഹി, അല്ലാഹുവാടെ, ലൗ സഹിദ്തും ഫീമാ ഇൻദഹും, നിങ്ങൾ ആ ഭരണാധികാരികൾ രാജാക്കന്മാരുടെ അടുക്കലുള്ളതിനോട്, സമ്പത്തിനോടും സൗകര്യങ്ങളോടും നിങ്ങൾ വിരക്തി കാണിക്കുകയാണെങ്കിൽ ലറഗിബു ഫീമാ ഇൻദക്കും, അവർ നിങ്ങളുടെ അടുക്കലുള്ളതിനോട് അതിയായ താല്പര്യം കാണിക്കുമായിരുന്നു. അതായത് ഇൽമുള്ളവർ അവർ കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അറിവുള്ള ആളുകൾ ഒരിക്കലും ആ അറിവിനെ വെച്ച് സമ്പത്തും അല്ലെങ്കിൽ പ്രതാപവും സ്ഥാനവും തേടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതല്ലാതെ ആ ഇൽമിന്റെ ഇസ്സത്തിനെ അവർ കാത്തു സൂക്ഷിച്ചാൽ ആ സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും പിന്നാലെ പോകുന്ന ആളുകൾക്ക് ഇൽമിനോട് താല്പര്യം ഉണ്ടാവും. അല്ലാത്ത രീതിയിലാണ് എങ്കിൽ അവർക്ക് ഇതിനോടൊരു വിലയും അവർ കൊടുക്കൂല. പറയാണ്, അതിനോട് നിങ്ങൾ സുഹൃദ് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതിനോട് അവർ താല്പര്യം കാണിക്കുമായിരുന്നു. ഫഅബ്അദല്ലാഹു മൻ അബ്അദ്, അല്ലാഹു അകറ്റുന്നവരെ അകറ്റിയിട്ടുണ്ട്. വമാ ഹസബിഹു ഗൈറുക്കും, നിങ്ങളല്ലാതെ മറ്റാരുമല്ല അത്. ഫമൻ സറഫ മുഗ്ളബൻ, അങ്ങനെ കോപിതനായിക്കൊണ്ട് ഹസൻ ബസ്രി അവിടുന്ന് തിരിഞ്ഞു പോവുകയാണ്. അതായത് ഒരിക്കലും ഇതുപോലെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദീനിന്റെ അറിവിനെയോ അതുപോലുള്ള കാര്യങ്ങളെ വില കുറച്ച് കാണിക്കുക എന്നുള്ളത് മോശമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഖുർആൻ അറിയുന്നവർ, പഠിക്കുന്നവർ, ഇൽമുള്ളവർ, അവർ ആ ഇൽമിനൊരു വിലയുണ്ട്, അത് കളയാൻ പാടില്ല. ഇൽമിനൊരു വിലയുണ്ട്, അത് കളയാൻ പാടില്ല. പല ഇപ്പോൾ അതാബ് ബിൻ അബി റബാഹ, അദ്ദേഹം അടിമയാണ്. ഹസൻ ബസ്രി അടിമയായിരുന്നു. വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ആലോചിച്ച് നമ്മൾ അടിമകളായിട്ടാണ് കാണുക. അടിമയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ചെറിയ കൂരയാണ്, ചെറിയ വീടാണുള്ളത്. അപ്പൊ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കോ വ്യക്തി ഹജ്ജിന്റെ ചില മനാസിക്കുകൾ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇൽമു വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയുക, അങ്ങോട്ട് വരാൻ പറ്റൂല, ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവും മകനും കൂടി, രണ്ടുപേരും ഹജ്ജിന് പോവാണ്, രാജാവും മകനും കൂടി ഈ അടിമയുടെ ചെറിയ കൂരയിൽ പോയി. അപ്പൊ ഈ അതാബ് ബിൻ അബി റബാഹ
എന്തോ തിരിഞ്ഞു നിന്നിട്ട് എന്തൊരു പണിയെടുക്കുക. അപ്പോൾ രാജാവ് വന്നപ്പോൾ തിരിഞ്ഞു നോക്കാതെ എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ എന്താ മനാസിക് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞിടത്ത് പോകുമ്പോഴാണ് ഇപ്പം അവനോട് പറഞ്ഞത്, മര്യാദക്ക് ദീൻ പഠിച്ചോ, നിങ്ങൾ ശരിക്ക് ദീൻ പഠിച്ചോ, ഇപ്പം നമ്മൾ അനുഭവിച്ച് നിന്യത ഇനി അനുഭവിക്കാൻ പറ്റൂല. കാരണം ആ ഇൽമ് എന്നുള്ളതിനൊരു വില അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ട് ഇൽമുള്ളവർ തന്നെ ഇതുപോലെ പണത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ ഇതിൻ്റെയൊക്കെ പിന്നാലെ ആഗ്രഹം വെച്ച് പോകുമ്പോൾ ഏറ്റവും വലിയ നഷ്ടമാണ് ഉമ്മത്തിന് സംഭവിക്കുക. അടുത്തൊരു സംഭവമാണ് വറുവിയ അന്നൽ ഹജ്ജാജ ബനാ ദാറൻ ബിവാസിത്ത്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അൽ ഹകം അസ്സഖഫിയു, അന്ന് കാലത്തുണ്ടായിരുന്ന ഭരണാധികാരികളിൽ വളരെയധികം അക്രമിയായിരുന്ന, മുസ്ലിമീങ്ങളുടെ സ്വത്ത് ധാരാളമായി കൊള്ളയടിച്ചിരുന്ന, വളരെയധികം ആളുകളെ ഉപദ്രവിച്ചിരുന്ന, കൊന്നിരുന്ന വ്യക്തിയാണ് ഹജ്ജാജ്. സഹാബികൾ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഭരണാധികാരിയായി വന്ന വ്യക്തിയാണ്. അതേസമയം അദ്ദേഹം നല്ലൊരു ഖത്തീബായിരുന്നു. അതുപോലെ തന്നെ അറിവൊക്കെ ഉള്ള ആൾ തന്നെയാണ്. പക്ഷെ ഭരണാധികാരത്തിൽ പല അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. തായിഫിലാണ് അദ്ദേഹം ജനിച്ചിരുന്നത്. അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്ത് ഇറാഖിന്റെയും പ്രദേശത്തെയും അധികാരം അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കൽ ഹജ്ജാജ് അദ്ദേഹം അവസാനം മരണപ്പെടുന്നത് വാസിത്തിൽ വെച്ചിട്ടാണ്. വാസിത്ത് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ വാസിത്തിൽ അദ്ദേഹം ഒരു വലിയ കൊട്ടാരം പണിതു, ഒരു വീട് പണിതു. വഹദറ അൽ ഹസൻ അലി യറാഹ, അങ്ങനെ ഹസൻ അൽ ബസരിയെ അത് കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവന്നു. ആ വീട് ഉണ്ടാക്കിയിട്ട് അത് കാണാൻ വേണ്ടി ഹസൻ അൽ ബസരിയെ വിളിച്ചുകൊണ്ടുവന്നു. ഫലമ്മ ദഖലഹ, അങ്ങനെ അതിനകത്ത് കയറിയപ്പോൾ ഹസൻ അൽ ബസരി ഉണ്ട്, സാധാരണക്കാരായ കുറെ ആളുകളുണ്ട് നാട്ടിലത്തെ. ഖാല, അപ്പോൾ ഈ വലിയ കൊട്ടാരം ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. ഇന്നൽ മുലൂക ലയറൗന ലി അൻഫുസിഹിം ഇസ്സൻ, രാജാക്കന്മാർ അവരുടെ സ്വന്തത്തിൽ പ്രതാപം കാണുന്നു. വഇന്നാ ലനറാ ഫീഹിം കുല്ല യൗമിൻ ഇബ്റൻ, നമ്മളാണെങ്കിലോ ഓരോ ദിവസവും അവരിൽ നിന്ന് പല ഗുണപാഠങ്ങളാണ് പഠിക്കുന്നത്. അത് കുറെ സാധാരണക്കാരുണ്ട് ഒപ്പം. അപ്പൊ അവർക്ക് ഈ ഇതുപോലെയുള്ള വലിയ വീട് ഇതൊക്കെ കാണുമ്പോൾ പല ആഗ്രഹങ്ങളും തോന്നും. അപ്പൊ അതുകൊണ്ട് ഹസൻ ബസരി ഓർമ്മപ്പെടുത്തുകയാണ്, രാജാക്കന്മാർ അവരുടെ സ്വന്തത്തിൽ ഇതൊക്കെ കാണിച്ച് പെരുമ കാണിക്കുകയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും പല നഷ്ടങ്ങളും വരുന്ന, അവരൊക്കെ മരണപ്പെട്ടു പോകുന്ന അങ്ങനെയുള്ള പാഠങ്ങളാണ് അവരിൽ നിന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞു. യഅമിദു അഹദുഹും ഇലാ ഖസ്റിൻ ഫയുശയ്യിദുഹു, അവർ ഓരോ മണിമാളികൾ ഉണ്ടാക്കുന്നു. വൈല ഫർഷിൻ ഫയുനജ്ജിദുഹു, നല്ല നല്ല വിരിപ്പുകൾ ഒരുക്കുന്നു. വൈല മലാബിസ വമറാകിബ ഫയുഹസ്സിനുഹ, അവരവരുടെ വസ്ത്രങ്ങളും യാത്രാമൃഗങ്ങളും നന്നാക്കുന്നു. ثم تحف به ذئاب طمع وفراش نار واصحاب سوء, എന്നിട്ട് അവരുടെ ചുറ്റും പല ചെന്നായ്ക്കളും അതുപോലെ പല നാശം വരുന്ന തീയും മോശപ്പെട്ട ആളുകളുമാണ്. അതാ ഈ രാജാക്കന്മാർ നല്ല ഇതിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അവരെ ആക്രമിക്കാൻ ഇതാക്കുന്ന ആളുകളായിരിക്കും അവർ ചുറ്റും ഉണ്ടാവുക. ഹജ്ജാജ് ഉണ്ടാക്കിയ വീട്ടിലെത്തി ഭരണാധികാരികൾ ഇതുപോലെയുള്ള രാജാക്കന്മാർ ഓരോന്നുണ്ടാക്കുന്നു. എന്നിട്ട് അവരെ ചുറ്റുമാണെങ്കിൽ അവർ ഏറ്റവും ഭയപ്പെടുന്ന അവസ്ഥയിൽ അവരെ ഉപദ്രവിക്കാനും മറ്റുമെല്ലാം നിൽക്കുന്ന ആളുകളാണ് ഉണ്ടാവുക. ഫയഖൂൽ, എന്നിട്ട് ആ രാജാക്കന്മാർ പറയും, ഉൻദുറു ഇലാ മാ സനഅതു, ഞാൻ ഉണ്ടാക്കിയതിലേക്ക് നിങ്ങൾ നോക്കൂ. ഫഖദ് റഅയ്നാ അയ്യുഹൽ മഗ്റൂർ ഫകാന മാദാ യാ അഫ്സഖൽ ഫാസിഖീൻ. അപ്പോൾ ഹസൻ ബസരി പറയാണ്, ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ വല്ല വഞ്ചിതരാകപ്പെട്ട അവസ്ഥയിലാണുള്ളത് എന്ന്. അമ്മാ അഹ്ലുസ് സമാവാത്ത് ഫഖദ് മഖതൂക് വഅമ്മാ അഹ്ലുൽ അർദ് ഫഖദ് ലഅനൂക്. ആകാശത്തിലുള്ളവർ നിങ്ങളോട് കോപിക്കുന്ന അവസ്ഥയിലാണ്, അതുപോലെ ഭൂമിയിലുള്ളവർ നിങ്ങളെ ശപിക്കുന്ന അവസ്ഥയിലുമാണ്. അഥവാ ഈ ഒരു ആഗ്രഹത്തിന് ഇതുപോലെയുള്ള ഓരോന്നും ഉണ്ടാക്കിയിട്ട് അവർ ദീന് വിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മേലെ. ബനൈത ദാറൽ ഫനാ വഖറബ്ത ദാറൽ ബുഖാ, നിങ്ങൾ താൽക്കാലികമായിട്ടുള്ള ഭവനങ്ങൾ ഉണ്ടാക്കുന്നു, എന്നാൽ പരലോക ഭവനത്തെ നശിപ്പിക്കുന്നു. വഅസസ്ത ഫീ ദാരിൽ ഗുറൂർ ലിതദില്ല ഫീ ദാരിൽ ഹുബൂർ, നിങ്ങൾ ഈ വഞ്ചനയുടെ ഭവനത്തിൽ നിങ്ങൾ പ്രതാപം നേടുന്നു, എന്നാൽ നിലനിൽക്കുന്ന ഭവനത്തിൽ നിന്ദതയാണുള്ളത്. ثم خرج وهو يقول, എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സുബ്ഹാനഹു അഖദ അഹ്ദഹു അലൽ ഉലമാ ലിയുബയ്യിനുനഹു ലിന്നാസി വലാ യക്തുമൂനഹു. അല്ലാഹു തആല ഉലമാക്കളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കരാറാണ്, ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം, ജനങ്ങളുടെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കരുത് എന്നുള്ളത്. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള കണ്ട് ആഗ്രഹങ്ങൾ ജനിച്ച് ദുനിയാവിനോടുള്ള ആഗ്രഹം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് ഓർമ്മപ്പെടുത്താണ് ഹസൻ ബസരി ചെയ്തത്. അങ്ങനെ അവിടുന്ന് ഹസൻ ബസരി പോയി. വബലഗൽ ഹജ്ജാജ മാ ഖാല, പക്ഷേ ഹസൻ ബസരി ഹജ്ജാജിന്റെ ഈ കൊട്ടാരത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ആരറിഞ്ഞു? ഹജ്ജാജ് അറിഞ്ഞു. ഫഷ്തദ്ദ ഗളബുഹു, ഹജ്ജാജിന് വളരെയധികം ദേഷ്യം വന്നു. വജമഅ അഹ്ല ശാം,
ആ ഹസൻ ബസ്രി ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷാമുകാരായിട്ടുള്ള ആളുകളെ, ആ ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഫഖാല യഷ്തുമുനി ഉബൈദു അഹ്ലിൽ ബസറ വഅൻതും ഹുദൂറുൻ ഫലാ തുൻകിറൂൻ. ആ ബസറയിലുള്ള ആ ചെറിയ അടിമ ഹസൻ ബസ്രി പറയാണ്, ഇവിടെ വന്നിട്ട് എന്നെ ആക്ഷേപിച്ചു, നിങ്ങളതൊക്കെ കേട്ട് നിന്നിട്ട് നിങ്ങളൊന്നും എതിർത്ത് പറയാതെ കേട്ടു നിന്നൂലേ എന്ന് പറഞ്ഞിട്ട് ആളുകളോട് ചോദിച്ചു. ثم امر باحضار الحسن, അങ്ങനെ ഹസൻ ബസ്രിയെ കൊണ്ടുവരാൻ പറഞ്ഞു. فجاء وهو يحرق شفتيه بما لم يسمع. ആ ഹസൻ ബസ്രിനെ കൊണ്ടുവന്നു, സൈന്യം കൊണ്ടുവരുന്ന സമയത്ത് ഹസൻ ബസ്രിയുടെ ചുണ്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. എന്താ പറയുന്നത് കേൾക്കാനില്ല, പക്ഷെ ചുണ്ട് അനങ്ങുന്നുണ്ടായിരുന്നു. ഹത്താ ദഖല അലൽ ഹജ്ജാജ്, ഹജ്ജാജിന്റെ അടുത്തേക്ക് ഹസൻ ബസ്രിയെ കൊണ്ടുവന്നു. ഫഖാല, എന്നിട്ട് ഹജ്ജാജ് ചോദിച്ചു, യാ അബാ സഈദ്, ഹസൻ ബസ്രിയോട് ചോദിച്ചു, അമാ കാന ലി ഇമാറതി അലൈക ഹഖ്ഖുൻ ഹീന ഖുൽത മാ ഖുൽത. നിനക്ക് അറിയാമായിരുന്നില്ലേ നിങ്ങളുടെ മേലെ എനിക്ക് ഇമാറത്തുണ്ട്, അധികാരമുണ്ട്, എന്നിട്ടും നിങ്ങൾ ഈ വാക്ക് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു, പേടിപ്പിക്കുക. ഫഖാല, അപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, യർഹമുകല്ലാഹു അയ്യുഹൽ അമീർ, അമീർ, അല്ലാഹു നിങ്ങളോട് കാരുണ്യം ചൊരിയട്ടെ. ഇന്ന മൻ ഖവ്വഫക ഹത്താ തബ്ലുഗ അംനക അർഫഖു ബിക്. നിങ്ങളെ പരലോകത്തിന്റെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തി നിർഭയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളെ എത്തിക്കുന്ന ആളാണ് നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നവൻ. വഅഹബ്ബു ഫീക മിമ്മൻ അമ്മനക ഹത്താ തബ്ലുഗൽ ഖൗഫ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളെ കുഴപ്പമില്ല, ഒക്കെ നല്ലതിലാണ്, നിങ്ങൾ നല്ല അവസ്ഥയിലാണെന്ന് പറഞ്ഞ് അവസാനം നിങ്ങൾ പേടിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ഇഷ്ടം. അതായത് പരലോകത്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പരലോകത്ത് രക്ഷപ്പെടുത്തുന്ന ആളുകളല്ല, അതാണ് നിങ്ങളോട് നല്ല കാരുണ്യമുള്ള ആൾ. പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ ദുനിയാവിൽ നിങ്ങൾ നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞ് പരലോകത്തെ ശിക്ഷയിലേക്ക് പറഞ്ഞയക്കുന്ന ആളുകളാണ്. എന്നിട്ട് പറഞ്ഞു, വമാ അറത്തുല്ലദീ സബഖ ഇലാ വഹ്മിക്. നിങ്ങൾ വിചാരിച്ച പോലൊരു കാര്യം ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അഥവാ ആ ഭരണാധികാരിയായിട്ടുള്ള ഹജ്ജാജിനെ ആളുകളുടെ മുമ്പിൽ കുറ്റപ്പെടുത്താനോ വില കുറച്ച് കാണിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, അസ്ഹൽ ബസ്രി ഉദ്ദേശിച്ചത് എന്താണ്, ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, വൽ അംറാനി ബിയദിക്. നിങ്ങൾക്കിപ്പോൾ രണ്ട് കാര്യം തീരുമാനിക്കാം, അൽ അഫു വൽ ഉഖൂബ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എനിക്ക് പുറത്തു തന്ന് വിട്ടുവീഴ്ച ചെയ്ത് വിടാം, അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കാം. ഫഫ്അലിൽ ഔലാ ബിക്. നിങ്ങൾക്ക് എന്താണോ നന്നായി തോന്നുന്നത് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. വഅലല്ലാഹി ഫതവക്കൽ. അല്ലാഹുവിന്റെ മേലെയാണ് ബരമേൽപ്പിക്കേണ്ടത്. വഹുവ ഹസ്ബുനാ വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അവൻ മതിയായവനാണ് ബരമേൽപ്പിക്കാനെന്ന് പറഞ്ഞു. ഫസ്തഹിയാൽ ഹജ്ജാജു മിൻഹു. ഹജ്ജാജിന് ലജ്ജ തോന്നി. ഹസൻ ബസ്രി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹജ്ജാജിന് ലജ്ജ തോന്നി. വഅ്തദറ ഇലൈഹി. ഒരു ഒഴിവഴിവ് നൽകി. കാരണം എന്നെ കുറ്റം പറഞ്ഞതല്ല, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് വിട്ടു. ഫക്രമഹു വഹബാഹു. നല്ല രീതിയിൽ ആദരിച്ച് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം കാണാം. ഈ ഹജ്ജാജ് ഹസൻ ബസ്രിയെ വധിക്കാൻ വേണ്ടി പിന്നീട് വന്ന സംഭവമുണ്ട്. ഹജ്ജാജ് മരിക്കുന്നത് എങ്ങനെയാണ്, ഹസൻ ബസ്രി റഹിമത്തുള്ളാഹി വധിക്കാൻ വേണ്ടി ഹജ്ജാജ് സൈന്യത്തെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന സമയത്ത് ഹസൻ ബസ്രി പ്രാർത്ഥിച്ചു, എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കരുതെന്ന് അള്ളാഹു പ്രാർത്ഥിച്ചപ്പോൾ ആ ആളുകൾ വരുന്നതിന് മുമ്പേ ഹജ്ജാജ് അവിടെ മരണപ്പെട്ടു പോവുകയുണ്ടായിരുന്നു. വേറെ കുറെ സംഭവങ്ങളുണ്ട്. മറ്റൊരു സംഭവം, ജാഅ റജുലുൻ മിന ശുറതി കാന അലാ ഹനാതിൻ ഇലൽ ഹസൻ. ഒരിക്കൽ സൈന്യത്തിൽപ്പെട്ട ഒരു വ്യക്തി, വളരെ ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തി, സൈന്യത്തിൽപ്പെട്ട ഒരു വ്യക്തി ഹസന്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ഹസൻ ബസ്രിയോട് പറഞ്ഞു, അസംതു അലാ തർക്കിൻ നബീദ്. ഞാൻ നബീദ് ഒഴിവാക്കാൻ പോവുകയാണ്, ഞാൻ കുടിക്കില്ല. നബീദ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വൈന് പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ, പഴച്ചാറ് എടുത്ത് വെച്ചുകൊണ്ട് മദ്യം എന്നുള്ള അവസ്ഥയിലല്ല, ഒരു തരത്തിലുള്ള മദ്യമാണ്, പക്ഷെ അത്ര കടുപ്പമില്ലാത്ത ഇന്ന് കാലത്ത് വൈന് പോലുള്ള നബീദ് എന്ന് പറയാം. അതിന്റെ ഒരു പരിധി വരെ 3 ദിവസം വരെ നമുക്ക് കുടിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചിരുന്നു. ഈത്തപ്പഴം മറ്റും വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് 3 ദിവസം വരെ കുടിക്കാം. അതിനുശേഷം കുറെ ദിവസം എടുത്ത് വെച്ചിട്ട് അത് പിന്നെ ചെറിയ ലഹരി ഉണ്ടാകുമ്പോൾ നബീദ് എന്ന് പറയുന്നത്, ഇതിലും നബീദ് എന്ന് പറയും. പക്ഷെ ഇവിടെ ഉദ്ദേശം അങ്ങനത്തെ കാര്യം ഞാൻ ഒഴിവാക്കുകയാണ് പറഞ്ഞത്. ഫഖാൽ ഹസൻ. ഹസൻ പറഞ്ഞു, ഹല്ല ബദഅത ബിതർകി മാ ഹുവ ഔലാ ബിക്. ഒഴിവാക്കാനാണെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒഴിവാക്കാണ്ട് അത് ഒഴിവാക്കി തുടങ്ങിക്കൂടെ പറഞ്ഞു. അതായത് ആളുകൾ ഉപദ്രവിക്കലും മറ്റൊക്കെ ചെയ്യലും. അഖിർ തൗബത മിൻ നബീദ് ഹത്താ യകൂന ഹുവ ശർറ അമലിക് വഹീന ഇദിൻ ഫതുബ് മിൻഹു. നീ നബീദിൽ നിന്നുള്ള തൗബ ബാക്കിയുള്ള നീ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഷർറായത് അതാകുന്നവരെ അതിന്റെ തൗബ നീ വൈകിപ്പിച്ചോ, എന്നിട്ട് അപ്പം നീ തൗബ ചെയ്താൽ മതി. അതായത് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ചെയ്യുന്നുണ്ട്, ആളുകൾ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിർത്തിയിട്ട് നീ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ തെറ്റ് നബീദാകുമ്പോൾ അപ്പം നീ അതിന് തൗബ ചെയ്താൽ മതി, അതുവരെ വൈകിപ്പിച്ചു. അതായത് തൗബ ചെയ്യേണ്ടെന്നല്ല, ബാക്കിയുള്ളതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ പറഞ്ഞ സംഭവം കാണാം. മറ്റൊന്ന്, സമിഅ അൽ ഹസൻ റജുലൻ മിൻ അസ്ഹാബിൽ ഹജ്ജാജ് യദ്കുറു അലിയൻ അലൈഹിസ്സലാം ബിസു. ഒരിക്കൽ അലി റളിയല്ലാഹുവിനെ പറ്റിയിട്ട്
ഹജ്ജാജിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി, അധികാരിയായിരിക്കാം, സ്ഥാനമുള്ള ആളായിരിക്കാം, മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് കേട്ടു. ഫഖാല ലഖദ് ഇസ്തൗജബഹ, അപ്പോൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു അവന് നിർബന്ധമായി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞവന് നിർബന്ധമായി എന്ന് ഹസൻ പറഞ്ഞു, ഹസൻ ബസ്രി. ഫഖാല റജുലു അന്നാറ യാ അബാ സഈദ്, അപ്പോൾ ഇത് കേട്ട ഒരാൾ ചോദിച്ചു, അബൂ സഈദ് നരകം ഉറപ്പായി എന്നാണോ നിങ്ങൾ പറയുന്നത്? ഫഖാല നഅം, അതെ. വബിഅ്സൽ മസീർ, എന്ത് മോശപ്പെട്ട സ്ഥാനമാണത്. അതായത് അന്ന് പിന്നെ ഇസ്ലാമിക ലോകത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുആവിയ റളിയല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നിരുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട്, അലി റളിയല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ രഹസ്യത്തിലുമായിട്ടും പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന വളരെ ഇസ്ലാമിക രാഷ്ട്രീയമായിട്ടുള്ള ഒരു അവസ്ഥ, വളരെയധികം ഒരു എന്താ പറയാ പ്രശ്നങ്ങളായിരുന്ന ഒരു കാലമായിരുന്നത്. അപ്പൊ അന്ന് ചില ആളുകൾ ഇങ്ങനെ അലി റളിയല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ പറയാണ്, അലി റളിയല്ലാഹു പറയാൻ പറ്റില്ല, കാരണം പിന്നെ ഖലീഫയാണ്, മുഅ്മിനീങ്ങളുടെ ഖലീഫയായിരുന്നു. ഖാല ഫഹൽ തൗബത്തുൻ ആഫാകല്ലാഹ്, അപ്പോൾ ചോദിച്ചു അയാൾക്കപ്പോൾ തൗബ ഉണ്ടോ, നരകം ഉറപ്പായി എന്ന് പറഞ്ഞപ്പോൾ തൗബ ചെയ്തുകൂടെ പറഞ്ഞു. ഫഖാല അൽ ഹസൻ, അപ്പോൾ ഹസൻ ബസ്രി പറഞ്ഞു, തകിലത്ക ഉമ്മുക് വഹല്ലക ഇല്ലം തതുബ് ബിഅദാബില്ലാഹി മിൻ താഖത്തിൻ, തൗബ ഇല്ലാതെ അള്ളാഹുവിന്റെ ശിക്ഷ താങ്ങാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ, അള്ളാഹു തൗബ ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ശുദ്ധിയാകുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അതായത് അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് വാങ്ങിക്കോളാന്ന് പറയാൻ നമുക്ക് താങ്ങാൻ പറ്റൂല. തൗബ ഏതൊരു കുറ്റത്തിനും തൗബയുണ്ട് എന്നറിയിക്കുകയാണ്. ഒരു അസർ കൂടി വായിക്കാം, ബാക്കി അസർസിൽ വായിക്കാം. لما ولي ابن أرطاط البصرة عزم على أن يولي الحسن القضاء فهرب الحسن واستطر وكتب إليه. ابن أرطاط എന്നുള്ള വ്യക്തി ഹജ്ജാജ് ഇബ്നു അർത്താത്ത് പിന്നെ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. അദ്ദേഹം പിന്നെ ബസ്രയിലെ ഭരണാധികാരിയായപ്പോൾ അദ്ദേഹം ഖാളിയായിട്ട് ഹസൻ ബസ്രിയെ തീരുമാനിക്കാൻ, ഔദ്യോഗികമായിട്ടുള്ള നാടിന്റെ ഖാളിയായിട്ട് ഹസൻ ബസ്രിയെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് ഹസൻ ബസ്രി അറിഞ്ഞപ്പോൾ ഹസൻ ബസ്രി അവിടെ എവിടെയെന്ന് അറിയാത്ത രീതിയിൽ അവിടുന്ന് പോയി, എവിടെയെന്ന് അറിയില്ല. അങ്ങനെ എവിടെയെന്ന് അറിയാത്തിരിക്കുന്ന സമയത്ത് ഈ ഭരണാധികാരിക്ക് ഒരു കത്തെഴുതിയിട്ട് ആരെങ്കിലും കൊടുത്തു വിട്ടു. കത്തിൽ ഇതാണ്ടായിരുന്നു, അമ്മാ ബഅദ് അയ്യുഹൽ അമീർ, അമീർ ഫൈനൽ കാരിഹ ലിൽ അംരി ഗൈറു ജദീദിൻ ബിഖവാഇൽ വാജിബി ഫീഹി, പിന്നെ ഒരു കാര്യം അതിനെ വെറുക്കുന്ന ഒരാളുടെ മേലെ അത് ഏൽപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അഥവാ അതെനിക്ക് ഇഷ്ടമല്ല, ഞാൻ അതിന് താല്പര്യമില്ല, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. വൈനൽ ആമില ലിൽ അമലി ബിഗൈരി നിയ്യത്തിൻ ഹഖീഖുൻ അല്ലാ യുആന അലൈഹി, ഒരാൾ ഒരു കർമ്മം ചെയ്യാണ് പക്ഷെ ഒരു നിയ്യത്തുമില്ല, അവനത് ചെയ്യണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിന് സഹായം ലഭിക്കില്ല. വലക ഫിൽ മുഖ്താരീന ലിൽ അംരി അല്ലദീ ദഅൗതനി ഇലൈഹി കിഫായത്തുൻ വഖനാഅത്തുൻ, നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടുള്ള ഈ ജോലിക്ക് ധാരാളം ആളുകളെ തെരഞ്ഞെടുക്കാൻ വേറെ കിട്ടും, മതിയായ ആളുകൾ കിട്ടും, മതിയാകുന്ന അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ. വഖസ്ദുക ഇയ്യാഹും, നിങ്ങൾ അവരിൽ നിന്ന് ആരെങ്കിലും എടുക്കണം. വതഅവീലുക അലൈഹിം ഔലാ ബിക്, അവരിൽ നിന്ന് എടുക്കലാണ് ഏറ്റവും ഉത്തമം നിങ്ങൾക്ക്. വസ്വനു ലിഅമലിക്, നിങ്ങളുടെ പണിയെടുക്കാൻ ഏറ്റവും ഉത്തമർ അവരാണ്. വഇന്നഹു ലാ ഖൈറ ഫിൽ ഇസ്തിആനതി ബിമൻ ലാ യറാ അന്നൽ അമല അല്ലദീ യുദ്ആ ഇലൈഹി വാജിബുൻ അലൈഹി, അവർ ക്ഷണിക്കപ്പെടുന്ന, അതായത് ഹസൻ ബസ്രി ആ ജോലിക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഹസൻ ബസ്രി പറയാണ് അത് നിർബന്ധമാണ് എന്നോ വലാ ഫർദുൽ ലാസിം, ഞാനത് ചെയ്യണമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകമായിട്ട് അതിനൊരു സഹായം കിട്ടാൻ പോകുന്നില്ല, എന്നെ ഒന്ന് ഒഴിവാക്കണം. ഫആഫിനി അയ്യുഹൽ അമീർ, അതുകൊണ്ട് എന്നെ ആ സ്ഥാനം തരരുത്, അതിന് ഒഴിവാക്കണം. ആഫാക്കല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് നൽകണേ. വാഹ്സിൻ ഇലയ്യ ബിതർക്കി തഅറുദി ലി, എന്നെ ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കരുത്, എന്നെ ഒഴിവാക്കണം. ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റ മൻ അഹ്സന അമല, അല്ലാഹു തആല ഇഹ്സാൻ ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ പാഴാക്കില്ല. അങ്ങനെ ഇത് ഈ കത്ത് എഴുതിയപ്പോൾ ആ ഗവർണർ തീരുമാനിച്ചു, ഫഅഫാഹു വഅക്റമഹു, അദ്ദേഹത്തിന് ആ സ്ഥാനം നൽകണ്ട എന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. വഖാല വല്ലാഹി മാ കുൻതു ലബ്തലീഹി ബിമാ യക്റഹു, ഞാൻ അയാൾ വെറുക്കുന്ന, ഹസൻ ബസ്രി വെറുക്കുന്ന ഒരു കാര്യം കൊണ്ട് നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു. അതായത് അന്ന് അവിടെ ജീവിക്കുന്നിടത്ത്, അദ്ദേഹം ജീവിക്കുമ്പോൾ അവിടെ ഖാളിയാകാൻ ഏറ്റവും യോഗ്യൻ ആരാണ്? ഹസൻ ബസ്രിയാണ്. പക്ഷെ ആ ഒരു സ്ഥാനം, ഒരു അധികാരം, ഒരു ഉത്തരവാദിത്തം, അതിനെക്കുറിച്ചുള്ള ഭയം കാരണത്താൽ ഹസൻ ബസ്രി അങ്ങനെ ഏൽപ്പിക്കാനുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ എവിടെയാണെന്നറിയാത്ത രീതിയിൽ അവിടുന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഒരിക്കലും ആ ഇൽമു കൊണ്ടോ ജീവിതം കൊണ്ടോ സ്ഥാനമോ മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല ഹസൻ ബസ്രി റഹിമഹുല്ലാ. ഇനിയുള്ള ചില അസറുകൾ വളരെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഹസൻ ബസ്രി റഹിമഹുല്ലയും ഉമർ ഇബ്നു അബ്ദുൽ അസീസും തമ്മിൽ എഴുതിയിട്ടുള്ള ചില കത്തുകളാണ്. ഉമർ അബ്ദുൽ അസീസ് ഖലീഫയായിരുന്നു, ഇസ്ലാമിക ലോകത്തിന്റെ മൊത്തം ഭരണാധികാരിയായിരുന്നു ആ കാലത്ത്. ഹസൻ ബസ്രി അടിമയാണ്.
ഇവർ രണ്ടുപേരും സുഹൃദിന്റെ പേരിൽ അറിയപ്പെട്ട ആളുകളാണ്. ഇവർ രണ്ടുപേരും പല വിഷയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതിയ പല സംഭവങ്ങളുമുണ്ട്. ആ കത്തുകളാണ്, ആ എഴുത്തുകളാണ് ഇനിയുള്ള അസറുകൾ വരുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസും ഹസൻ ബസ്രിയും തമ്മിലുള്ള എഴുത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളുടെ ചരിത്രവും അവരുടെ ജീവിതവും അവരുടെ വാക്കുകളും കേൾക്കാനും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അവർ മുൻകടന്നതുപോലെ നാളെ സ്വർഗത്തിലേക്ക് മുൻകടക്കാനും അവരെയും നമ്മളെയും ഒരുമിച്ച് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.